വീണ്ടും പരിതമനായ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് വീണ്ടും ഒരിക്കൽ കൂടെ മഹത്വം എടുക്കുമാറാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്. എന്നെ സ്നേഹിച്ച് ഈ പ്രത്യേക ശുശ്രൂഷകൾക്കായി ഇവിടേക്ക് ക്ഷണിച്ച പാസ്റ്റർ ഷാജി എം പോൾ, തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, കോൺഗ്രിഗേഷൻ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, മ്യൂസിഷ്യൻസ്, വർഷിപ്പ് ലീഡേഴ്സ് എല്ലാവർക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ തൊടുവാൻ പോകുകയാണ്. ഓ, ഞാൻ കേരളത്തിലല്ലേ, ഇപ്പോഴാണ് ഓർമ്മ വന്നേ. അപ്പോൾ ആവർത്തിച്ചു പറയാം, ഒരിക്കൽ കൂടെ കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. എഴുന്നേറ്റ് നിന്ന് നമ്മെ തന്നെ നമുക്കൊന്ന് ഒരുക്കാം. താങ്ക് യു ജീസസ്. മോചനം വീണ്ടും ജനനവും നിജഭാവി എന്നിൽ നിന്നാത്മാവിൻ്റെ ജ്ഞാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും. മോചനം വീണ്ടും ജനനവും നിജഭാവി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും. ദൈവകൃപയെ അനുഭവിച്ചുള്ള കരങ്ങളിൽ ശബ്ദം ഉയർത്തി. കൃപയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. അന്നവസ്ത്രാഹിതൻ മകളെ എന്നമില്ലാതെന്നെ ചൊരിഞ്ഞു, നിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. അനുഭവിച്ചവരുണ്ടെങ്കിൽ ശക്തിയോടെ എന്നമില്ലാതെന്നെ ചൊരിഞ്ഞു, നിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. ഈ കരങ്ങൾ ഉയർത്തി. നിൻ മഹാകൃപയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. കമോൺ, വായികളെ തുറന്ന് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച്. ദൈവം സ്തുതികളെ മധ്യത്തിൽ അധിവസിക്കുന്ന ഒരു ഹല്ലേലൂയ അല്ല, രണ്ട് ഹല്ലേലൂയ അല്ല. അല്പനേരം മലയാളം മാറ്റിവെച്ച് സ്വർഗീയ ഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ച്. കമോൺ, ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ഇന്ന് രാത്രിയിലും തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. യെസ് യെസ്, ഗോ അഹെഡ്. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം. ദൈവം അതിനെ നിറയ്ക്കുന്നു.
കരുണ്യവാനായ ദൈവമേ, കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. വെയിലാറിയ സമയത്ത് ഏതെങ്കിലും തോട്ടത്തിൽ ഇറങ്ങി ഉലാവിയവനായ കർത്താവ്, ഇന്ന് രാത്രി തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയങ്ങളെ കണ്ട് നിരസിക്കാത്ത കർത്താവ്, ഞങ്ങളുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ചലനവും സാന്നിധ്യവും ശബ്ദവും ഒരിക്കൽ കൂടെ നിന്റെ ജനത്തിന് അനുഗ്രഹമായി, വിടുതലായി, ദൈവപ്രവൃത്തിയായി വെളിപ്പെടട്ടെ. കൃപ കൂടെ ഇരിക്കും. സ്വർഗ്ഗ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് തന്നെ ചലിക്കും, അങ്ങ് തന്നെ സംസാരിക്കും. അങ്ങയുടെ നാമത്തെ മാത്രം അവിടുന്ന് മഹത്വപ്പെടുത്തും, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ 2 ശമൂവേലിന്റെ പുസ്തകം, 2 സാമുവേൽ ചാപ്റ്റർ 9 9-ാം അധ്യായം. നിൽക്കുമ്പോൾ തന്നെ 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ. 2 ശമൂവേലിന്റെ പുസ്തകം, പേജ് നമ്പർ പഴയ നിയമത്തിൽ 314. സ്തോത്രം. അതെ, 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വായിക്കാം. 2 ശമൂവേൽ 9-ാം അധ്യായം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. യെസ്, ഹല്ലേലൂയ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബാ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്നവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലമുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാനിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാനിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകന മെഫിബോശേത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫിബോശേത്തേ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലം ഒക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്ത നായെ പോലെ ഇരുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയനെന്നുള്ളൂ. നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലം ഒക്കെയും, പകുതിയല്ല കുറച്ചല്ല, ശൗലിൻ്റെ നിലം ഒക്കെയും. എല്ലാവരും പറഞ്ഞാട്ടെ, മുഴുവൻ. കേട്ടില്ല, അതിനൊരു ബലമില്ല. മുഴുവൻ എല്ലാവരും പറഞ്ഞേ. ശൗലിൻ്റെ നിലം മുഴുവൻ അല്ലെങ്കിൽ ഒക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അതിനവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്ത നായ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതൂതിൻ്റെ തലക്കെട്ട് കാണുക, വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. രാത്രി ഇതൂത് കണ്ണുനീരോടെ ഒന്ന് പ്രസംഗിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. വിലാപത്തിൽ നിന്ന് വിലപിക്കുന്ന ആരോ വന്നിട്ടുണ്ട്. വിലപിക്കുന്ന ആരോ ഉണ്ട്. ഒരുങ്ങിക്കോ. വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. എങ്ങോട്ട് പറഞ്ഞാട്ടെ? വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. ദയവായിരുന്നാട്ടെ. വേദപുസ്തകത്തിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തന്റെ ദാസിമാരെ ജനത്തെ മാനിക്കുകയും നടത്തുകയും ചെയ്ത വിധങ്ങൾ, വഴികൾ നാം കാണുന്നു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം മാനിക്കുന്ന മാർഗമല്ല, കുടുംബമല്ല, പ്രാർത്ഥനയല്ല, വിശുദ്ധ ജീവിതമല്ല, പകരം അവന്റെ കൃപയാൽ ദൈവം മാനിക്കുന്ന വിധങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ലക്ഷങ്ങൾ നശിച്ചു, പക്ഷേ 8 പേർ കൃപയാൽ ഒരു പെട്ടകത്തിൽ കയറി. അവർ താഴ്വരകൾ തകർന്നില്ല, അവർ പർവ്വതത്തിന് മുകളിൽ ഉറച്ചു. അർഹതയില്ലാത്തടത്ത് ആരോ ഉറയ്ക്കുവാൻ പോകുന്നു. അക്കാലത്തെ ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പറയും, ഈ അപ്പച്ചന് മക്കൾ ഉണ്ടാകത്തില്ല, ഈ അമ്മച്ചി വേസ്റ്റാണ്, ഒരു കുട്ടി ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കുഞ്ഞിനെ തരുമെന്നല്ല, ഒരു രാജ്യങ്ങൾ. പിന്നത്തേതിൽ ആദ്യം രാജ്യം പറഞ്ഞു, പിന്നത്തേൽ പറഞ്ഞു രാജ്യങ്ങൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഭൂമിയിലെ സകല വംശങ്ങൾക്കും നീ അനുഗ്രഹമാകാൻ പോകുന്നു. മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്തവൻ ബഹുജാതികൾക്ക് പിതാവായത് ദൈവത്തിൻ്റെ കൃപയാണ്.
എല്ലാവന്റെ വായിലും ഒരു വിടുതലും ശുശ്രൂഷയും ഒന്നുമില്ലാതെ എല്ലാവന്റെ വായിലും ഉണങ്ങിക്കിടക്കുമ്പോൾ ഇസഹാക്കിന്റെ വയലിൽ മാത്രം കൊയ്ത്ത് പാട്ട് വെളിപ്പെട്ടു പോയി. ഓ കമാ, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇസഹാക്കിന്റെ വയലിൽ മാത്രം കൊയ്ത്ത് പാട്ട് വെളിപ്പെട്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. യേശാവെന്ന ഏതോ എങ്ങാണ്ട് ജീവിതത്തിൽ ഉഴറി നശിച്ച് തകർന്ന് തരിപ്പണമായപ്പോൾ അറ്റം കാണാത്ത ഗോവേണിയിലൂടെ യാക്കോബ് കയറി ഇസ്രായേലായി ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ജയ്പുള്ളി പ്രധാനമന്ത്രിയായത് ദൈവത്തിന്റെ കൃപയാണ്. പേടിച്ച് അരണ്ടിരുന്നവൻ പരാക്രമശാലിയായി തീർന്നത് ദൈവത്തിന്റെ കൃപയാണ്. സിംഹക്കുഴിയിൽ കിടന്നവൻ 4 രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നിട്ട് പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ പ്രാപിച്ച് ഉയർത്തപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാണ്. ഓ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു പരാൽ മത്സ്യം പോലും പിടിക്കാൻ കഴിയാതിരുന്നവൻ അവന്റെ ഒറ്റ വാക്കിന് വലയെറിഞ്ഞപ്പോൾ സ്തോത്രം, ആ വല നിറഞ്ഞ് പിന്നത്തേതല്ല അവന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. ഇന്ത്യൻ മണ്ണിൽ തകർക്കപ്പെടുവാൻ പോകുകയാണ്. ഉള്ള സഭകളെ മുടിക്കും എന്ന് പറഞ്ഞ് ഓടി നടന്നവനെ സഭകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സഭകളെ സ്ഥാപിപ്പാൻ കൃപയാലും വരങ്ങളാലും ദൈവം പിന്നത്തേത് നിറച്ച് വെളിപ്പാടിന് ആദിക്ക പ്രകാരം അവനെ നിറച്ചെടുത്ത് സ്തോത്രം ഉപയോഗിച്ചുവെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാത്രി ഈ പ്രത്യേക ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഒരു ഇടയൻ രാജാവായി തീർന്നത് ദൈവത്തിന്റെ കൃപയാണ്. അവന്റെ അപ്പൻ രാജാവല്ല, അവന്റെ വലിയപ്പച്ചൻ രാജാവല്ല, അവന്റെ കുടുംബത്തിലുള്ള ആരും തന്നെ കൊട്ടാരം കണ്ടിട്ടില്ല. കൊട്ടാരത്തിന്റെ പ്രോട്ടോകോൾ, കൊട്ടാരത്തിന്റെ നടപടികൾ എന്തെന്ന് അവന്റെ വീട്ടുകാർക്കും അവന്റെ ബന്ധുക്കൾക്കും അറിയത്തില്ല. ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ അപ്പൻ കണ്ടിട്ടില്ലാത്തത്, നിന്റെ അമ്മയ്ക്ക് പരിചയമില്ലാത്തത് നിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായി നിന്നിലൂടെ പുതിയൊരു ട്രെൻഡായി വെളിപ്പെടുവാൻ പോകുന്നു. ആഹാ 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 ആഹാ. യെസ്, നിന്റെ ബന്ധുക്കളുടെ നടുവിൽ നീ ഒരു ട്രെൻഡ് മേക്കറായി, പുതിയൊരു പ്രവണത, പുതിയൊരു പദ്ധതി, പുതിയൊരു ചലനം, ഇത് ദൈവത്താൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വിരലുകളാണ്, ദൈവത്തിന്റെ കരമാണെന്ന് പറയത്തക്ക ക്രമത്തിൽ ഇന്ന് രാത്രി മുതൽ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുകയാണ്. വിലാപത്തിൽ നിന്ന് നിന്റെ ജീവിതം വിടുതലിലേക്ക്. ദാവീദ് ഉയർത്തപ്പെട്ട ഒരു രാജാവാണ്. ദാവീദ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഗ്ലോറിയസ് ചാപ്റ്റർ, ഏറ്റവും മഹത്വപൂർണ്ണമായ അന്തരീക്ഷം വെളിപ്പെട്ടത് ശലോമോന്റെ കാലത്തല്ല, യോശിയാവിന്റെ കാലത്തല്ല, ദാവീദിന്റെ കാലത്താണ്. അതേ മെസ്സിഹ വന്നിരിക്കുന്നത്, ഞാൻ വീണ്ടും പറയട്ടെ, സ്തോത്രം, ദാവീദിന്റെ സിംഹാസനത്തിലാണ്. പക്ഷേ ദാവീദിന്റെ ഗ്ലോറി നമ്മൾ എല്ലാവരും അംഗീകരിക്കും, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ ദാവീദിന്റെ പിന്നിൽ ഒരു സ്റ്റോറി കൂടെ ഉണ്ടെന്ന് ജനം മറന്നു പോകല്ല. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്തോത്രം, അത് എല്ലാവർക്കും ജയത്തിന്റെ വശം മാത്രമാണ് കാണുന്നത്. പക്ഷേ ഗ്ലോറി ഉണ്ടെങ്കിൽ പിന്നിൽ മനസ്സിലാക്കണം, ഒരു സ്റ്റോറിയും കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ സ്റ്റോറിയിലേക്ക് നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, ദാവീദിന്റെ തുടക്കം നല്ലതല്ലായിരുന്നു. കാരണം ഇശായി അത്രത്തോളം പെർഫെക്റ്റ് ഒന്നുമല്ല. ഇശായി സ്തോത്രം കനാൻ നാട്ടിൽ ഏഷ്യൻ സൈഡിൽപ്പെട്ടവനാണ് ഇശായി, ദാവീദിന്റെ അപ്പൻ. പക്ഷെ അവന് യൂറോപ്യൻ നാട്ടിലുള്ളതായ ഒരു സ്ത്രീയിൽ ചരിത്രം പറയുന്നു, ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു ദാവീദ്. ഒരിക്കൽ കൂടെ ചരിത്രം പറയുന്നു, വേദപുസ്തകത്തിന്റെ ബൈബിൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. അവർ നിങ്ങളെ കൃത്യമായി പറഞ്ഞു തരും. യൂറോപ്യൻ അതേ സൈഡിലുള്ളതായ ബ്ലോണ്ട് ഹെയർ, സ്വർണ്ണ നിറത്തിലുള്ളതായ തലമുടിയും നല്ല വെളുത്ത നിറമുള്ളതായ ഒരു യൂറോപ്യൻ അമ്മയിൽ ഉണ്ടായവനായിരുന്നു സ്തോത്രം അതേ ദാവീദ്. അതുകൊണ്ടാണ് പവിഴ നിറമുള്ളവൻ, കോമള രൂപി എന്നൊക്കെ ഏഷ്യക്കാരുടെ നടുവിൽ സ്തോത്രം ദാവീദ് വ്യത്യസ്തൻ എന്ന് പറയുന്നത്. അവൻ തന്റെ ജ്യേഷ്ഠന്മാരെ പോലെ, തന്റെ സഹോദര വർഗത്തെ പോലെ അവൻ അല്ല. അവൻ അല്പം വ്യത്യസ്തനായിരുന്നു. അവന്റെ നിറം വ്യത്യസ്തമായിരുന്നു, അവന്റെ തലമുടി വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് കുടുംബക്കാർ അവനെ വെറുത്തത്. ഞാനൊരു ദൂത് പറയട്ടെ, മറ്റുള്ളവർ നിന്നെ വെറുക്കുന്നത് നീ അവരെ പോലെ അല്ലാത്തത് കൊണ്ടാണ്. നീ അവരെ പോലെ ആയിരുന്നെങ്കിൽ അവർ നിന്നെ വെറുക്കത്തില്ല. നീ അവർക്കില്ലാത്ത എന്തൊക്കെയോ നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിനാൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. എന്നാൽ മനസ്സിലാക്കണമേ, മനുഷ്യൻ എപ്പോഴാണോ റിജക്റ്റ് ചെയ്യുന്നത് അവിടെ ദൈവം സെലക്ട് ചെയ്ത് പ്രയോജനപ്പെടുത്തുന്നവനാണ്. മനുഷ്യൻ എവിടെയാണോ അതേ വേണ്ടെന്ന് വെക്കുന്നത് ദൈവം പറയും, കുഞ്ഞു സാരയില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയ പദ്ധതി നിന്നിലൂടെ ഞാനിത് ആരംഭിക്കട്ടെ. ഇശായിയുടെ കുടുംബത്തിൽ അവല്ലാത്ത വീട്ടിൽ സ്തോത്രം അതേ പവിഴ നിറമുള്ളവനും കോമള രൂപിയുമായി, അമ്മയുടെ ബ്ലോണ്ട് ഹെയർ മുഖവാരമുള്ളവനായി, അതേ ചെമ്മൻ തലമുടിയുള്ളവനായി, കുറച്ചുകൂടെ നല്ല നിറമുള്ളവനായി ദാവീദ് വ്യത്യസ്തനായിരിക്കുകയാണ്. അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ അവന് വലിയ പ്രശ്നം ഉണ്ടായി. നിങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മുന്നിലായിരിക്കുന്ന കുട്ടികളെ നോക്കി ഞാൻ പറയട്ടെ, കാക്ക കൂട് വെക്കുന്നത് കാണുവാൻ ഗുണം കഴിയും. കാക്ക കൂട് വെക്കുന്നത് അല്ലെങ്കിൽ കാക്ക കൂടിനെ കണ്ടിട്ടുള്ള ഒരു കരങ്ങളെ ഉയർത്തിയാണ്.
ഹല്ലേലൂയ. ഈ പഞ്ചായത്തിലുള്ള ബാക്കി കാക്കകളെല്ലാം ആത്മഹത്യ ചെയ്തു. ഷാജി പാസ്റ്ററെ സ്തോത്രം. നോക്ക്, കാക്ക കൂട് വെക്കാറുണ്ട്. കാക്ക കൂട് വെക്കാറുണ്ട്. അപ്പോൾ കാക്ക കൂട് വെക്കുമ്പോൾ ചില ആൾക്കാരെ പോലെ ഈ കുയില് കൂട് വെക്കത്തില്ല. കുയില് സ്തോത്രം അതെ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. കുയിൽ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. പിള്ളേർ ശ്രദ്ധിക്കുക. സ്തോത്രം അതെ. എന്നിട്ട് കാക്കയ്ക്ക് അറിയത്തില്ല ഇത് തൻ്റെ മുട്ടയാണോ വല്ലവൻ്റെ മുട്ടയാണോ എന്ന്. ഇവിടെയല്ല, വേറെ ഈ പല പാസ്റ്റർമാർക്ക് അറിയത്തില്ല ഇത് തൻ്റെ വിശ്വാസിയാണോ എന്ന പോലെ കാക്കയ്ക്ക് അറിയത്തില്ല ഇത് തൻ്റെ മുട്ടയാണോ സ്തോത്രം അതെ വേറെ വല്ലതിൻ്റെ മുട്ടയാണോ. കാരണം കാക്ക സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് കാക്കയ്ക്ക് എണ്ണാൻ അറിയത്തില്ല. കാക്ക കാണുന്ന എല്ലാറ്റിനെയും കൂടെ പിടിച്ചിങ്ങനെ അടവച്ച് അവസാനം ഇൻക്യുബേഷൻ ആയി കഴിഞ്ഞ് ഈ മുട്ടയെല്ലാം പൊട്ടി കുഞ്ഞുങ്ങളെല്ലാം കൂടെ പുറത്തു വന്ന് കുറേ നാൾ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ കാക്കക്കുട്ടികൾ എല്ലാം കാക്കക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ എങ്ങനെ വിളിക്കും മക്കളെ പറ? സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയല്ലോ സുരേഷ് ബാബു കാക്ക പോലെ കരയാൻ പഠിപ്പിച്ചിട്ട് പോയെന്ന്. കാക്ക എങ്ങനെ പറയും പറ? കാക്ക പറിക്കുന്നത് കാ കാ എന്ന് കാക്ക വിളിക്കുന്നു. അപ്പോഴേക്കും അതിനിടയ്ക്ക് കുയിൽ കുട്ടികളുണ്ടായിരിക്കും. കുയിൽ കുട്ടികൾ, ആ കുയിൽ കുട്ടി ഈ അമ്മയെ നോക്കിയിട്ട് എല്ലാം വന്നിട്ടുണ്ട്, നോഹയുടെ പെട്ടവാ. കുയിൽ കുട്ടികൾ അമ്മയെ നോക്കിയിട്ട് കൂ കൂ എന്ന് വിളിക്കും. ഉടനെ അമ്മ കുഞ്ഞിനോട് പറയും, മക്കളെ അങ്ങനെ പറയല്ലേ, നമ്മളെ വീട് വേറെയാണേ, നമ്മളെ വീട് വേറെയാണ്, നമ്മളെ കുടുംബം വേറെയാണ്, നമ്മളെ തറവാടിന് യോജിച്ച രീതിയിലേ നീ സംസാരിക്കാവൂ. അതുകൊണ്ട് കുഞ്ഞ് പറഞ്ഞേ കാ കാ. ഉടനെ കുയിൽക്കുട്ടി വീണ്ടും തിരിച്ചു പറയും കൂ കൂ. ഒരു വശത്തെ ഭൂരിപക്ഷം എല്ലാവരും ഖാ ഖാ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുയിൽക്കുട്ടികൾ ഖൂ ഖൂ എന്ന് പറയും. മൂന്നാം ലോക മഹായുദ്ധം പോലെ ആ വീട്ടിൽ നിന്ന് കുയിൽക്കുട്ടികൾ കൊത്തി പുറത്താക്കും. കാരണം അവറ്റകൾ വ്യത്യാസമാണ്, ശബ്ദം വ്യത്യാസമാണ്, ടോൺ വ്യത്യാസമാണ്. ദാവീദ് വേറൊരാളുടെ പറയല്ല, അവന്റെ ജ്യേഷ്ഠന്മാരെ പറയല്ല, വ്യത്യാസന, അവൻ വ്യത്യാസന. പക്ഷെ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. ലോക സ്ഥാപനത്തിന് മുൻപേ നിന്നെ തിരഞ്ഞെടുത്ത കർത്താവ് പറയുന്നു, നിന്റെ കുടുംബത്തിൽ ആരും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു പദ്ധതിക്കായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരും കണ്ടിട്ടില്ലാത്ത ഭയങ്കര പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇശായുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ബ്ലോൺ ഹെയറോടെ സ്തോത്രം ചെമ്മൻ തലമുടിയോടെ നല്ല വെളുത്ത തുലിയോടെ ഇരിക്കുന്ന നോക്കി ചോദിക്കും, അവൻ ആരാ? അത് മോനാ. അപ്പൊ ഇശായി നോക്കി ആൾക്കാർ പറയും, ഇശായേ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. സോൻ അവനൊരു അപമാന പാത്രമായി ആ വീട്ടില്. അതുകൊണ്ട് ഇശായിക്ക് അവൻ നാണക്കേടായി. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിയണം. ഇവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ തന്നെ വീടിന് പരിസരത്താണെങ്കിൽ തന്നെ ഇവൻ നാണക്കേടാ. സ്തോത്രം. അതുകൊണ്ട് കുറച്ച് ആടുകളെയൊക്കെ ഏൽപ്പിച്ച് ആദ്യം മാനേജറായി പുറത്ത് നിർത്തിയവൻ. മാനേജറായി ആ വീടിൻ്റെ നല്ലൊരു ജോലിക്കാരനെ പോലെ സ്തോത്രം മാനേജറായി പുറത്ത് നിർത്തിയവൻ. എന്നിട്ടും ആൾക്കാരുടെ കണ്ണിൽ അവൻ പെടുന്നു എന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടെ ആടുകളെ കൊടുത്ത് അവനെ കാട്ടിലേക്ക് വിട്ട്. അപ്പോൾ കാട്ടിൽ ധാരാളം ദുഷ്ടമൃഗമുണ്ട്. അതുകൊണ്ട് അവനെ കാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓ കമാൻ ഹല്ലേലൂയ. ഞാൻ എന്തോ പറഞ്ഞേ കമാൻ. അവനെ തൊലയാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഓ കമാൻ ഹല്ലേലൂയ. അവനെ നശിക്കാനാ അങ്ങോട്ട് കാട്ടിലേക്ക് വിട്ടത്. പക്ഷേ മനുഷ്യൻ തിന്മയ്ക്കായി ചെയ്തത് ദൈവം ഇന്നാളുകൾ നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി തീർക്കുവാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ ഷാരോൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ചു പറയും, അവർ തിന്മയ്ക്കായി ചെയ്തത് എൽ ശദ്ദായ് എനിക്ക് നന്മയ്ക്കായി തീർന്നു. കാരണം ആ കാട്ടിൽ കിടന്ന് അവൻ യുദ്ധാഭ്യാസം പഠിച്ചു. ആ കാട്ടിൽ കിടന്നവൻ ദൈവത്തെ സ്തുതിച്ചു. എഴുതിയിട്ട് കാണാതെ പഠിക്ക്, ടുഡേയ്സ് പ്രൈസർ, ടുഡേയ്സ് വർഷിപ്പർ, ടുമോറോസ് വാരിയർ. Today's worshipper, tomorrow's warrior. എന്നിങ്ങനെയല്ല, നിന്റെ തലം മാറുന്നത് ഞാൻ കാണാൻ പോവുക. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ലാത്ത പ്രസംഗം നീ പറയുവാൻ വേണ്ടി പോകുന്നു. പ്രവചന ദൂതുകൾ നിന്നിലൂടെ ഒഴുകുവാൻ വേണ്ടി പോകുന്നു. നാഷണലി ഇന്റർനാഷണലി ദൈവത്തിന്റെ കൃപകൾ നീ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, വിശ്വാസത്തിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ദൈവം നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുക. കാട്ടിൽ കിടന്ന് അപ്പന് വേണ്ടാത്തവൻ, അമ്മയ്ക്ക് വേണ്ടാത്തവൻ, വീട്ടുകാർക്ക് വേണ്ടാത്തവൻ കാട്ടിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. ആർക്കും നിന്നെ വേണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെ വേണം. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. കമാൻ, ശബ്ദം ഉയർത്തി ആരെങ്കിലും ആമേൻ പറഞ്ഞാണ്. ഇൻസെക്യൂറായി ജീവിക്കല്ലേ, സെക്യൂറായി ജീവിക്ക. നിന്റെ അപ്പന് നിന്നെ വേണ്ടെങ്കിൽ, നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ടെങ്കിൽ, മനുഷ്യന് നിന്നെ വേണ്ടെങ്കിൽ, വലിയൊരു ചരിത്രം യേശു കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഈ തലമുറയിൽ എഴുതുവാൻ, വലിയൊരു ചരിത്രം ഈ തലമുറയിൽ മെനയുവാൻ ആണി പഴുതുള്ള കരം ഗോസ്പൽ സെന്ററിൽ ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങി വരുന്നു. അവൻ പറയുന്നു, കുഞ്ഞേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പെയ്താൽ മീറ്റിങ്ങിന് വരാത്ത ഇന്നത്തെ തണുത്ത സമൂഹത്തിന് നടുവിൽ ആരൊക്കെ തള്ളിയോ, ആരൊക്കെ ഉപേക്ഷിച്ചോ, ആരൊക്കെ കാട്ടിൽ വിട്ടോ, പക്ഷേ അവന്റെ സ്തുതിയെ മോട്ടിക്കാൻ ആർക്കും പറ്റിയില്ല, അവന്റെ ആരാധനയെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ നിന്റെ ജീവിതം ജയിച്ചു. നിന്റെ ആരാധനയെ ആർക്കും തടയാൻ കഴിയത്തില്ലെന്നൊന്ന് തെളിയിച്ച് ജീവിക്കുക. നിന്റെ നാവിനെ മിണ്ടാതാക്കാൻ പറ്റത്തില്ലെന്ന് ദൈവകൃപയാൽ തെളിയിച്ച് ജീവിക്കുക. നിന്റെ ആരാധനയെ വ്യക്തിയായി, കുടുംബമായി നിന്റെ ആരാധനയെ ആർക്കും തടുപ്പാൻ കഴിയത്തില്ലയോ, അടുത്ത മണ്ഡലത്തിലായിരിക്കും നിന്റെ ജീവിതം ഉയരുവാൻ പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ ചലിക്കുക, ശക്തമായി, വ്യക്തമായി, കൃത്യമായി. ഹല്ലേലൂയ, സ്തോത്രം. അതെ, സ്തോത്രം. സ്തുതിയിലും ആരാധനയിലും ദൈവം അവനെ ട്രെയിൻ ചെയ്തു. ഏതോ യുവതിയെ, യുവാവിനെ ദൈവം ട്രെയിൻ ചെയ്യുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവത്തിനെ ട്രെയിൻ ചെയ്യണം. അപ്പുറത്തെ ബൈബിൾ കോളേജിലോ ഇങ്ങേതിലെ സെമിനാരിയിലല്ല, നിന്റെ ജീവിതത്തിൻ്റെതായ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ, നിന്റെ ജീവിതത്തിന്റെ ഓരോ ചാപ്റ്ററിൽ ദൈവം നിന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ആ ട്രെയിനിങ് നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല, 10,000-കണക്കിന് ആത്മാക്കൾക്ക് വിടുതലിന് കാരണമായി ആ സൂപ്പർ നാച്ചുറൽ ആയ ഹെവൻലി ട്രെയിനിങ് നിന്നെ എത്തിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. അവൻ കാട്ടിൽ കിടന്ന് അഭ്യാസം പഠിച്ച് ദൈവം അവനെ സ്റ്റെപ്പായി ഒരുക്കി ഉയർത്തി. ദൈവം പടിയായി അവനെ ഉയർത്തി. നിങ്ങൾക്കറിയാം ആ സ്റ്റോറി. സ്തോത്രം. അതേ മല്ലനെ അവൻ കമണ കൊണ്ട് എറിഞ്ഞു. ഫിസിക്സ് ടീച്ചർ എന്നെ പഠിപ്പിച്ചത്, ഫിസിക്സ് ടീച്ചർ നമ്മെ പഠിപ്പിച്ചത്, ഫോഴ്സ് എങ്ങോട്ട് വരുമോ ആ ഡിറക്ഷനിലായിരിക്കും വസ്തു വീഴുന്നത്. അങ്ങനെയെങ്കിൽ ഗോലിയാത്ത് വീഴുന്നത് മലർന്ന് വീഴണമായിരുന്നു. എന്നാൽ ദാവീദ്, യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതായതുകൊണ്ട് കല്ല് മുന്നിൽ നിന്ന് അടിച്ചെങ്കിലും അപ്പച്ചന്റെ തട്ട് പിൻപിൽ നിന്ന് വന്നതുകൊണ്ട് സ്തോത്രം. അത് ഗോലിയാത്ത് കമണ്ണാണ് വീണത്. നിന്റെ ശത്രു വീഴുവാൻ സമയമെടുത്തിരിക്കുന്നു. എയർപോർട്ടിൽ, റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടിൽ സാംസണേറ്റിൻ്റെയോ VIP-യുടെയോ അതേ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സൂട്ട് കേസ് വലിച്ചു പോകുന്ന ഒരു യാത്രക്കാരനെ പോലെ അന്ന് ചെറിയ ബാലനാകുന്ന ദാവീദ് അതേ ഗോലിയാത്തിന്റെ വാൾ കൊണ്ട് അവൻ്റെ തലയെ മുറിച്ചു മാറ്റി, അവൻ്റെ തലയും കൊണ്ട് അതേ തിരുവചനം പറയുന്നു, അവൻ യെരൂശലേമിലേക്ക് പോയി. ഷൈൻ നോക്കി, വായി എന്തുകൊണ്ടാണ് ഏലാ താഴ്വരയിൽ നിന്ന് അവൻ യെരൂശലേമിലേക്ക് പോയത്? അതൊരു പ്രവചന ക്രിയയായിരുന്നു. സ്തോത്രം. അവിടെ ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേര് ഗോൽഗോഥ എന്നാണ്, തല ഓടിടം എന്നാണ്. തല ഓടിടത്തിലാണ് ശത്രുവിന്റെ തലയെ അന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്തോത്രം, ഒരു വശത്തൂടെ ദാവീദ് ആ മല്ലന്റെ തലയെ സ്തോത്രം വലിച്ചു കൊണ്ടുവന്നപ്പോ മറുവശത്ത് ഞാൻ കണ്ടു പഴയ പാമ്പിന്റെ തലയെ ദാവീദ് പുത്രൻ ക്രൂശിന്മേൽ വെച്ച് തകർക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിളിച്ചു പറ, ശത്രുവേ നിന്റെ തല തകർന്നതാണ്. സ്തോത്രം. കുഞ്ഞേ, ഗോലിയാത്തിന്റെ തല അവൻ കൊട്ടാരത്തിൽ കയറാൻ ഒരു എൻട്രി പാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത തലത്തേക്ക് നീ പോകാൻ സമയമായിരിക്കുന്നു. കമാൻ, ഹല്ലേലൂയ. അതിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ ടിക്കറ്റ് ദൈവം നിന്റെ കയ്യിൽ എത്തിക്കുക. അത് സൂപ്പർ നാച്ചുറൽ ആയിരിക്കും, നാച്ചുറൽ അല്ല. ആർക്കുമില്ലാത്ത എന്തോ ഒന്ന് നിന്റെ കയ്യിൽ തന്നിട്ട് നിന്റെ മുൻപിൽ ദൈവം വാതിൽ തുറക്കുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അവൻ കൊട്ടാരത്തിലെത്തി. നിങ്ങൾക്കറിയാം, സൈന്യാധിപനായി ദാവീദ് അർഹതയില്ലാത്ത സ്ഥാനത്ത് മാനിക്കപ്പെട്ടു. അപ്പോഴുള്ള ആവേശത്തിൽ ശൗല് മീഖലിനെ കൊടുത്തു. സോ മീഖൽ ദാവീദിന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു. ഫസ്റ്റ് ലവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഷാജിബാസ് അടുത്ത വർഷം വിളിക്കണേ. ഫസ്റ്റ് ലവ് വളരെ പ്രധാനപ്പെട്ടതാണ്. 8ാം ക്ലാസ്, 7ാം ക്ലാസ്, 5ാം ക്ലാസ്, ഇപ്പോഴതിൻ്റെ താഴെയും ചിലപ്പോൾ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ലവ് വളരെ ഡീപ്പാണ്. എന്തോ ശാന്തതയും നോക്ക്. ഹല്ലേലൂയ. ദൂത് ഏറ്റത് കൊണ്ടാണ്, ചങ്കിന് കുത്തിയത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. സ്തോത്രം. ഫസ്റ്റ് ലവ്. പക്ഷെ ഫസ്റ്റ് ലവ് തകർത്ത് വിട്ടു. ശൗല് പറഞ്ഞു, മീഖലിനെ തരത്തില്ല എന്ന് പറഞ്ഞ് അവനെ വീണ്ടും അതേ സ്തോത്രം മരുഭൂമിയിലേക്ക് അവനെ ഓടിപ്പിച്ചു. ഇടക്കിടയ്ക്ക് ദാവീദ് മരുഭൂമിയിലൂടെ കയറിപ്പോയി. സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, ഒറ്റപ്പെട്ട മരുഭൂമി, നിശബ്ദതയാണ് മരുഭൂമി. വാട്സപ്പില്ല, മെസ്സഞ്ചറില്ല, നിശബ്ദതയാണ് മരുഭൂമി. പക്ഷെ വേദപുസ്തകത്തിൻ്റെ കവർ ടു കവർ ഞാൻ നോക്കി, എല്ലാ ശക്തന്മാരും പുറപ്പെട്ടത് മരുഭൂമിയിൽ നിന്നാണ്, നിശബ്ദതകളിൽ നിന്നാണ്. വലിയ ചലനങ്ങൾ ദൈവം ആരംഭിച്ചത്. ഒരിക്കൽ കൂടെ ഞാൻ പറയും, നിശബ്ദതകളിൽ നിന്നാണ് വലിയ സുനാമി പോലെയുള്ള ചലനങ്ങൾ ആരംഭിച്ചത്.
അതിനുവേണ്ടി അങ്ങനെയുള്ള വലിയ ചലനങ്ങൾ ആരംഭിപ്പാൻ ചില ശക്തന്മാർ ഈ ഹാളിൽ വന്നിട്ടുണ്ട്. അടുത്ത ചലനത്തിനു വേണ്ടി അവൻ മരുഭൂമിയിൽ കിടന്ന് മാനസികമായി വേദനയിൽ പെടയുമ്പോൾ ഈ എൻജിൻ ചൂടാകുമ്പോൾ അതിനെ തണുപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഒരു ലായനിയുണ്ട്. എൻ്റെ പേര് കൂളൻ്റ് എന്നാണ്, കേട്ടിട്ടുണ്ടല്ലോ, കൂളൻ്റ്. ആ കൂളൻ്റ് ഇല്ലെങ്കിൽ ഈ പുറത്ത് കിടക്കുന്ന കാറൊക്കെ എന്നെ സ്തോത്രം എരിഞ്ഞ് അല്ലെങ്കിൽ ചൂട് പിടിച്ച് അത് സ്റ്റക്കായി പോകുമായിരുന്നു. ഇതുപോലെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഈ ജനത്തിന് അറിയത്തില്ല നമ്മുടെ തിളച്ചു മറിയുന്ന അവസ്ഥ എന്താണ്. ജനം കാണുന്ന നമ്മുടെ സക്സസ്സാ. ഞങ്ങൾ അല്പനേരം മുമ്പ് വലിയൊരു അപ്പോസ്റ്റലിനെ കണ്ടു, വലിയ ലീഡറിനെ കണ്ടു. പിന്നെ പറയാമെന്ന് സ്തോത്രം, അദ്ദേഹം ഒരു വശത്ത് ഭയങ്കര ശക്തനാണ്, പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും സ്തോത്രം തിളച്ചു മറിയുന്ന ഒരു വേദനയുടെ കണ്ണുനീരിൻ്റെ അവസ്ഥകളുണ്ട്. ദാവീദ് മരുഭൂമിയിൽ ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുമ്പോൾ, മാനസികമായി വ്യഥയിലും വേദനയിലും കണ്ണുനീരിൽ കിടക്കുമ്പോൾ കൂളൻ്റായി അവനെ തണുപ്പിപ്പാൻ ഒരാൾ കടന്നു വന്നു. അവൻ്റെ പേരായിരുന്നു യോനാഥാൻ. ദാവീദിന് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. എല്ലാ വ്യക്തികളെയും തണുപ്പിക്കുന്ന ചില നല്ല ഫ്രണ്ട്സ് ദൈവം നൽകുമാറാകട്ടെ. യെസ് നിന്നെ തണുപ്പിക്കുന്ന ഫ്രണ്ട്സ്, റൈറ്റ് പീപ്പിൾ. പാസ്റ്റർ ഷാജി, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിന്റെ പ്രാണവായു കഴിഞ്ഞാൽ നിനക്ക് അതുപോലെ പ്രാധാന്യമുള്ളതാണ്. നിന്റെ തലയിൽ തീ കോരി ഇടുന്നവരല്ല നിനക്ക് വേണ്ടിയത്. പകരം നിന്റെ വ്യഥയിൽ, വേദനയിൽ, നിന്റെ താഴ്വരകൾ, നിന്റെ പ്രശ്നങ്ങൾ നീ കടന്നു പോകുമ്പോൾ നിന്നെ തണുപ്പിക്കുന്ന ചില നല്ല യോനാഥാന്മാരെ വ്യക്തിയായി, കുടുംബമായി, ദൈവമായി കർത്താവ് ഈ ദിവസങ്ങൾ നൽകുമാറാകട്ടെ. യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കുരുത്തോല പെരുന്നാളിന് ഹോസന്ന പാടുമ്പോൾ വെളിപ്പെടുന്ന ഫാൻസ് അല്ല, ഫാൻസ് അസോസിയേഷൻ അല്ല. യഥാർത്ഥ ഫ്രണ്ട്സ് യൂട്യൂബിൽ അതേ ബ്രദർ സുരേഷ് ബാബുവിനെ ലൈക്ക് ചെയ്ത് ഹായ് അച്ചാ നിന്നെ പോലെ എനിക്കും പ്രസംഗിക്കണം, എന്തൊരു രോമാഞ്ചമായിരുന്നു എന്ന് പറയുന്ന ഫാൻസിനെ അല്ല എനിക്ക് വേണ്ടിയത്. എന്നാൽ സ്തോത്രം ജീവിതത്തിൽ തിളച്ചു മറിയുന്ന ലാവാ പ്രവാഹം പോലെ കടന്നു പോകുമ്പോൾ, സ്തോത്രം ജീവിതത്തിന്റെ ഗതശമനകളിൽ കണ്ണുനീരൊടുക്കാൻ പ്രാർത്ഥിപ്പാൻ സാരമില്ല. കർത്താവ് കൈവിട്ടിട്ടില്ല, നിന്നോട് കൂടെയുണ്ട്. നിന്നെ അവൻ വീണ്ടും ബലപ്പെടുത്തും. അവൻ അടുത്ത ലെവലിൽ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത അഭിഷേകത്തിനായി നിന്നെ ഒരുക്കുക, ഇതുവരെ ചെയ്യാത്ത ശുശ്രൂഷയ്ക്കായി അവൻ നിന്നെ ഒരുക്കുക. ഇതൊരു താൽക്കാലികമാ എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു യോനാഥാൻ നിനക്ക് ആവശ്യമാണ്. ദാവീദിനെ സംബന്ധിച്ച് തൻ്റെ അപ്പൻ തന്നെ തള്ളി, അമ്മ തന്നെ തള്ളി, പക്ഷേ ഈ ഫ്രണ്ടാകുന്ന യോനാഥാൻ അവന് വലിയ അനുഗ്രഹമായിരുന്നു. അടുത്തിരിക്കുന്ന ഒരാളെ തൊട്ട് പറ, നിങ്ങൾ എനിക്കൊരു അനുഗ്രഹമാകണം. പറഞ്ഞാട്ടെ, മൂത്തോക്കി പറ. കള്ളന്മാരെ കളികൾ മൂത്തോക്കത്തില്ല. മൂത്തോക്കി പറഞ്ഞാട്ടെ, സ്തോത്രമതേ, നിങ്ങൾ എനിക്ക് ഒരു അനുഗ്രഹമാകണം, അല്ലെങ്കിൽ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകണം. മറ്റൊരുത്തൻ്റെ പോക്കറ്റ് നോക്കി, മറ്റൊരുത്തൻ്റെ പോക്കറ്റിൽ നിന്ന് പോരട്ടെ സ്തോത്രം, മറ്റൊരുത്തൻ്റെ പോക്കറ്റിൽ നിന്ന് പോരട്ടെ സ്തോത്രം. നോ, അതല്ല നിനക്ക് വേണ്ടിയത്. മറ്റുള്ളവരെ ആശ്വസിപ്പിപ്പാൻ, അവനെ തണുപ്പിപ്പാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവനെ ചാർജ് ചെയ്യുവാൻ. ഓ കമാൻ, ഹല്ലേലൂയ. നല്ലൊരു കൂട്ടായ്മ ബന്ധം വെളിപ്പെടട്ടെ, ദൈവസ്നേഹം വെളിപ്പെടട്ടെ. അതായിരുന്നു യോനാഥാൻ. ആ കൊടുങ്കാട്ടിൽ വന്നിട്ട്, മരുഭൂമിയിൽ വന്നിട്ട് പറയും, ദാവീദേ സ്തോത്രം, നീ ചുമക്കുന്ന ഒരു അഭിഷേകമുണ്ട്. എൻ്റെ അപ്പനുണ്ടല്ലോ ശൗല്, എൻ്റെ അപ്പൻ അഭിഷേകം സ്തോത്രം നഷ്ടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോൾ അഭിഷേകം നിന്റെ മേലാണ്. നിന്റെ ഈ കാടിന്റെ അവസ്ഥ മാറും ദാവീദേ. ഓ കമാൻ, ആരോടാ ഞാൻ പറഞ്ഞേ? നിന്റെ ഇന്നത്തെ അവസ്ഥ മാറും. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിന്റെ ലെവൽ ഇതുപോലെ ഇതുപോലെയല്ല. അടുത്ത വർഷം എന്നെ വിളിക്കണേ. കാരണം ഈ ജനത്തിന്റെ പ്രൈസ് റിപ്പോർട്ട് എനിക്ക് കേൾക്കണം, ഈ ജനത്തിന്റെ സാക്ഷ്യം എനിക്ക് കേൾക്കണം. രാവിലെ പ്രസംഗിച്ചു നല്ലത്, പക്ഷേ ഇന്ന് രാത്രി വ്യത്യസ്തമാണ്, കുറച്ചുകൂടെ കൃത്യമാണ് ദൂത്. അതുകൊണ്ട് ദൈവകൃപയാൽ അടുത്ത വർഷം, അടുത്ത 12 മാസം കൊണ്ട് നിനക്ക് ചിന്തിപ്പാൻ കഴിയാത്ത ചില ടേണിംഗ് പോയിന്റുകൾ, ചില ലാൻഡ്മാർക്കുകൾ സ്വർഗത്തിലെ ദൈവം തലമുറയായി നിനക്കായി തലമുറയ്ക്കായി കർത്താവ് കൽപ്പിക്കുന്നു. ഇന്നത്തെ കരച്ചിൽ താൽക്കാലികമാണ്, ഈ ഒറ്റപ്പെടൽ താൽക്കാലികമാണ്, ഈ വേദന താൽക്കാലികമാണ്. ഇതിൽ നിന്ന് നീ മാറും. നീ സ്തോത്രം രാജാവായി തീര്. എന്നാൽ ദാവീദേ, നീ രാജാവാകുമ്പോൾ, നീ ഒന്നാമനാകുമ്പോൾ ഞാൻ രണ്ടാമനാകണം. ഓ, വെളിപ്പാട് കറക്റ്റായിരുന്നു ശരണേ. സ്തോത്രം, നീ ഒന്നാമനാകും, ഞാൻ രണ്ടാമനാകും. പക്ഷേ ഒരു കാര്യം കൃത്യമായി പറയട്ടെ, വെളിപ്പാട് കറക്റ്റായിരുന്നാലും വില കൊടുക്കുന്നവന് മാത്രമേ ആ വാഗ്ദത്തത്തിൽ കയറാൻ കഴിയത്തുള്ളൂ. ഓ പോയി, വില കൊടുക്കാൻ പറ്റുമോ? വില കൊടുത്ത് ശുശ്രൂഷിക്കാൻ പറ്റുമോ? വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? വില കൊടുത്ത് സുവിശേഷത്തിന് നിൽക്കാൻ പറ്റുമോ? ചർച്ചിനെ കറവ പശു ആക്കുന്ന പരിപാടി അല്ല ഞാൻ പറയുന്നത്. പകരം വില കൊടുത്ത് ശുശ്രൂഷിക്ക്. ഓൻ പറഞ്ഞു, നീ രാജാവാക, എനിക്ക് രണ്ടാമനാകണം.
സ്തോത്രം. എന്നിട്ട് അവനെ കുറെ അല്പം കഴിഞ്ഞിട്ട് പറഞ്ഞു, ബാബായ് ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഡയറക്റ്റായി വന്നിട്ട് ഞാൻ രണ്ടാമനായിക്കൊള്ളാം. ഇടം മന്ദബുദ്ധി, നിനക്ക് ആ വെളിപ്പാടുണ്ടെങ്കിൽ ആ വെളിപ്പാടനുസരിച്ച് വില കൊടുത്ത് ഒരാഴ്ച, രണ്ടാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം എന്നോട് കൂടെ ഈ കാട്ടിൽ അല്പത്യാഗത്തോടെ നിന്നിരുന്നെങ്കിൽ നീ ആ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോകത്തില്ലായിരുന്ന. ഇന്ന് രാത്രി ആരോട് കർത്താവ് പറയുന്നു, അല്പം ത്യാഗമുണ്ട് കുട്ടിയെ, അല്പം ഉറക്കം കുറയ്ക്കണം, പ്രാർത്ഥന കൂട്ടണം. TV കാണുന്നത് നിർത്ത്, ഗെയിംസ് നിർത്ത്, പകരം ബൈബിൾ വായിക്ക്. അല്പം ത്യാഗത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ നീ കേട്ട വാഗ്ദത്തത്തിൽ കടക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. എന്നാൽ അവൻ ഈ ദിവസങ്ങളിൽ അവൻ തന്റെ കൊട്ടാരത്തിൽ പോയി. അവന് കൊട്ടാരം വിടാനും വയ്യ, അവന് വാഗ്ദത്തത്തിൽ കടക്കുകയും വേണം. നടക്കത്തില്ല, 2-1 മാത്രമേ നടക്കത്തുള്ളൂ. ശബ്ദം ഉയർത്തി നല്ല മലയാളത്തിൽ എല്ലാവരും പറഞ്ഞോട്ടെ, 2-1. 2-1 നടക്കത്തുള്ളൂ. ഒന്നുകിൽ നിനക്ക് കൊട്ടാരത്തിന്റെ കംഫർട്ട് സോണിൽ നിന്ന് അടുത്ത പോരാട്ടത്തിൽ നിനക്ക് തട്ടിപ്പോകാം, ഇല്ലെങ്കിൽ വില കൊടുത്ത് കർത്താവിന്റെ കൃപയിൽ നിന്നാൽ വാ തുറന്ന് തിരുവായി കൊണ്ട് ആലോചന പറഞ്ഞവൻ തൃക്കൈ കൊണ്ട് നിന്നെ ആ വാഗ്ദത്തത്തിൽ എത്തിക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഏത് പുസ്തകം പറയുന്നു, അവന് സ്തോത്രം അതേ കൊട്ടാരത്തിൽ ചെന്ന് കയറി. പിന്നെ ദാവീദ് സ്തോത്രം യോനാഥാനെ കണ്ടില്ല, അവൻ പിന്നെ കണ്ടില്ല. ഒരാഴ്ചയാണോ 2 ആഴ്ചയാണോ, അന്ന് വാട്സപ്പില്ല, ഫോണില്ല. സ്തോത്രം അതേ. പിന്നെ ദാവീദ് അറിഞ്ഞത് ഒരു ദുരന്ത വാർത്തയായിരുന്നു. ഗിൽബോവ പർവ്വതത്തിൽ ആ യുദ്ധത്തിൽപ്പെട്ട് സ്തോത്രം ശൗൽ കൊല്ലപ്പെട്ടു, ഈ യോനാഥാൻ മരിച്ചു. അയ്യോ, നിഹതന്മാർ വീണുപോയല്ലോ. ഗത്തിൽ പ്രസിദ്ധമാകല്ലേ, സോഷ്യൽ മീഡിയ അറിയല്ലേ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ന്യൂസ് മീഡിയ അറിയല്ലേ, അതാണ് യഥാർത്ഥ അർത്ഥം. ഗത്തിൽ പ്രസിദ്ധമാകല്ലേ, സഹോദരന്മാരുടെ തകർച്ചയും വീഴ്ചയും സ്തോത്രം മീഡിയ അറിയല്ലേ, കാരണം ശത്രു അറിയല്ലേ, ചന്തസ്ഥലത്ത് അവനെ തേച്ചൊട്ടിക്കല്ലേ എന്നാണ് അർത്ഥം. കമാൻ ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവ് മറ്റുള്ളവനെ വലിച്ചു കീറുന്നവനല്ല, എൻ്റെ കർത്താവ് കവർ ചെയ്യുന്നവനാണ്. സ്തോത്രം. അതെ, ശൗലൻ മാറ്റപ്പെട്ടു, യഹൂദ ആദ്യം വന്നു, പിന്നത്തേതിൽ ഇസ്രായേലിലെ ബാക്കി ഗോത്രങ്ങൾ കൂടെ വന്നു. സ്തോത്രം. ആദ്യം യഹൂദയിൽ വെച്ച്, പിന്നെ സ്തോത്രം യെരൂശലേമിൽ വെച്ച് ദാവീദ് ഇസ്രായേലിന് രാജാവായി തീർന്നു. അവൻ ആദ്യം ചെയ്തത് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നതാണ്, അത് വേറൊരു പ്രശ്നം. സ്തോത്രം പിന്നെ പറയാം. എന്നിട്ട് അവൻ ഇപ്രകാരം, ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ മീശയില്ലാത്തവനല്ല, ആഭരണമില്ലാത്തവനല്ല, ദൈവത്തിന്റെ സ്വഭാവം നിനക്കുണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്വഭാവമില്ലെങ്കിൽ ഇതെല്ലാം ഒരു നാടകമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നിയമപെട്ടകം അവൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം അവൻ പറഞ്ഞു, ദൈവത്തിന്റെ ദയ അനുസരിച്ച്, ദൈവത്തിന്റെ ദയ ഞാൻ കാണിക്കേണ്ടതിന് യോനാഥാന്റെ കുടുംബത്തിൽ, ശൗലിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്താ ശൗലിന്റെ കുടുംബത്തിൽ ദാവീദേ നീ ദയ കാണിക്കുന്നത്? അതെ, സ്തോത്രം, യോനാഥാൻ നിമിത്തം ഞാൻ ശൗലിന്റെ കുടുംബത്തിൽ ദയ കാണിക്കേണ്ടതിന് സ്തോത്രം ആരെങ്കിലും ഉണ്ടോ? കാരണം കഷ്ട സമയത്ത് ഞാൻ കിടന്ന് പെടഞ്ഞപ്പോ എൻ്റെ മുറിവിൽ ഉപ്പും മുളക് പൊടിക്കുമല്ല, എൻ്റെ മുറിവിൽ എണ്ണ വെച്ച് കെട്ടിയ, എൻ്റെ മുറിവിൽ വീഞ്ഞ വെച്ച് കെട്ടിയ, എന്നെ വേദനിപ്പിക്കാതെ എന്നെ ആശ്വസിപ്പിച്ച ഒരു യോനാഥാൻ ഉണ്ടായിരുന്നു. എന്നെ തലോടിയ, എന്നെ ആശ്വസിപ്പിച്ച, എന്നെ മെന്റലി അത് എന്നെ പിടിച്ചു നിർത്തിയ, നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്നെ മെന്റലി പിടിച്ചു നിർത്തിയ ഒരു യോനാഥാൻ ഉണ്ടായിരുന്നു. ആ യോനാഥാൻ വന്നില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഞാനും മരണവുമായി ഒരടി അകലം മാത്രം. 1:20 ഇപ്പോൾ ഞാനും മരണവും ഒരടി അകലം മാത്രമെന്ന് പറഞ്ഞ് ഞാൻ ഡിപ്രഷൻ ആകുമായിരുന്നു. മൈൻഡ് ഓഫ് ചെയ്താൽ പിന്നെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പക്ഷേ മൈൻഡ് തളർന്നു പോകാതെ എന്നെ താങ്ങി നിർത്തിയത് ആ യോനാഥാനായിരുന്നു. കമാൻ, ആരോടാ ഞാൻ സംസാരിക്കുന്നത്? നിന്റെ മനസ്സിനെ തളർത്തുവാൻ, നിന്റെ മനസ്സിനെ തകർക്കുവാൻ ഒത്തിരി വർത്തമാനങ്ങളും വാർത്തകളും വരുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതിനെ ശ്രദ്ധിക്കല്ലേ. എന്റെ മനസ്സ് തകർന്നു കിടന്നപ്പോ എന്നെ താങ്ങി ഉയർത്തിയത് ഒരു യോനാഥാനായിരുന്നു. So because of Jonathan, someone is there in the household of Saul. ശൗലിന്റെ കുടുംബത്തിൽ യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞു, അത് ആ വീട്ടിൽ ഒരു വേലക്കാരനുണ്ട്, അവൻ്റെ പേര് സീവ. ഈ സീവ എന്ന് പറയുന്ന ഒരുവനെ കുറിച്ച് പറയണമെങ്കിൽ 15 മിനിറ്റ് വേണം. എനിക്ക് ഒറ്റ സെന്റൻസിൽ ഞാൻ പറയാം. സീവ ഒരു ഇത്തിളായിരുന്നു. സീവ ഒരു ഓർക്കിഡല്ല, സീവ ഒരു ഇത്തിളായിരുന്നു. ഇത്തിൽ കണ്ണി, അയ്യോ തിരുവനന്തപുരം മലയാളമാണോ? മനസ്സിലായില്ലോ? ഇത്തിലില്ലയോ? ഇത്തിൽ കണ്ടിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തി, അടുത്തിരിക്കുന്നവർ നോക്കാതെ, ഇത്തിൽ കണ്ടിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാണ്. ഇത്തിൽ കണ്ടിട്ടുള്ളവർ, യെസ്, ഇത്തിൽ, ഈ വല്ല ഇത്തിൽ സ്തോത്രം നിന്നെ വന്ന് പറ്റിയാൽ, ഇംഗ്ലീഷ് മീഡിയമാണ് മനസ്സിലാക്കാതെ ഇരിക്കുന്നവര്, ഇത്തിൽ വന്ന് നിന്നെ പറ്റിയാൽ അവൻ നിന്നെ ഊട്ടും, നീ അങ്ങ് സൂക്ഷിക്കും, മറ്റവനങ്ങ് പുഷ്ടിക്കും. ഹല്ലേലൂയ. എന്നാൽ ഓർക്കിഡ് വന്ന് പറ്റിയാൽ അവൻ അല്പമേ എടുക്കത്തുള്ളൂ, പക്ഷെ തന്നെ അധികം ബ്യൂട്ടിഫൈ ചെയ്യും.
അവൻ അല്പം എടുത്താലും ഞാൻ വന്നത് നിനക്കൊരു അനുഗ്രഹമായിരിക്കും. ഞാനൊരു ഇത്തിളല്ല, നിന്റെ ചർച്ചിനെ പിളർത്താനല്ല ഞാൻ വരുന്നത്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാനും നിന്റെ ചർച്ചിനെ വളർത്താനുമാണ് ഞാൻ വരുന്നത്. യെസ്, ഹല്ലേലൂയ. എല്ലാ ഇത്തിലുകളിൽ നിന്ന്, ആകാത്ത സകല ഇത്തിൽ കണ്ണികളിൽ നിന്ന് ഞങ്ങളൊന്ന് സംരക്ഷിച്ചാട്ടെ. എല്ലാ റോങ് റിലേഷൻ, റോങ് ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങളെ തളർത്തുന്ന, തകർക്കുന്ന, അശുദ്ധമാക്കുന്ന സകലതും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മാറി നിൽക്കട്ടെ. എന്നാൽ സ്തോത്രം, അങ്ങനെയുള്ളവനായിരുന്നു സീബ. സീബ ജീവിക്കുന്നത് യവനെ കൊണ്ടാ, ഈ സ്തോത്രം യോനാഥാന്റെ മോനെ കൊണ്ടാ. ആരവിടെ? അടിയൻ സീബ. ശൗലിന്റെ കുടുംബത്തിലുള്ള ആരെയും നിനക്കറിയോ? അറിയോ? ഒരുത്തനുണ്ട്, അവന്റെ പേര് മെബിബോഷ്യത്ത് എന്നാ. എന്നാ മെബിബോഷ്യത്ത്? എന്നാ പറ. മെബിബോഷ്യത്ത്. മെബിബോഷ്യത്ത് എന്ന വാക്കിനർത്ഥം വായിൽ നാറ്റം എന്നാ. വായിൽ നാറ്റം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാറ്റക്കേസ. നാറ്റക്കേസ. പുള്ളിയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. നാറ്റക്കേസ. പണ്ട് കൃപയിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ പോയി നാറ്റക്കേസ. പറയാതിരിക്കുന്നതാണ് നല്ലത്. നാറ്റക്കേസ, നാറ്റക്കേസ. എൻ്റെ നാട്ടുകാർ മുഴുവൻ നാറ്റക്കേസ് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ തലക്കെട്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. നിന്നെ നോക്കി കാർക്കിച്ചു തുപ്പിയവരുടെ നടുവിൽ, നിന്നെ തള്ളിയവരുടെ നടുവിൽ, നിനക്കെതിരെ അപവാദം പറഞ്ഞവരുടെ നടുവിൽ, നീ നാറ്റക്കേസ് എന്ന് പറഞ്ഞ കള്ളക്കഥകൾ നിനക്കെതിരെ പ്രചരിച്ചവരുടെ നടുവിൽ ഇന്ന് രാത്രി get ready in the name of Jesus. വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. ഹേ ശിവ, എന്റെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്, എന്റെ കുറച്ച് പട്ടാളക്കാരുണ്ട്. ഈ യോനാഥാൻ താമസിക്കുന്ന ആ ലോദേഭാൻ അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക്. എനിക്കവനെ ഇവിടെ ആവശ്യമുണ്ട്. എനിക്കിവിടെ അവിടെ ആവശ്യമുണ്ട്. അത് കേട്ടപ്പോ ആ കൊട്ടാരത്തിലുള്ള എല്ലാവരും പരസ്പരം നോക്കി ഒന്ന് കണ്ണിറുക്കി കാണും. നമുക്കറിയാം, കാരണം പുതിയ ഡൈനാസ്റ്റി വരുമ്പോൾ പഴയ ഡൈനാസ്റ്റിയിലുള്ള എല്ലാവരെയും കുന്നുകളയും. അർത്ഥം, പുതിയ രാജ്യത്വം വരുമ്പോൾ, പുതിയ രാജാവ് വരുമ്പോൾ പഴയ രാജാവിന്റെ കുടുംബക്കാരെ മുഴുവൻ വെട്ടി തീർക്കും. യവനാരാ? കരടിയെ കീറിയവനാ, സിംഹത്തെ കൊന്നവനാ, മല്ലന്റെ തലയെ വെട്ടിയെടുത്തവനാ ഈ ഭയങ്കരൻ രാജാവ്. അപ്പൊ യവന്റെ അടവ് എന്നാണ് അവർ പറഞ്ഞത്. യവന്റെ അടവ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അടവ് കൊണ്ടല്ല നീ ശുശ്രൂഷിക്കേണ്ടത്, വെളിപ്പാട് കൊണ്ടാണ് നീ ശുശ്രൂഷിക്കേണ്ടത്. അടവ് കൊണ്ട് പണിതാൽ അത് പൊളിഞ്ഞു പോകും കുട്ടിയെ. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കുറച്ച് കണ്ണുനീരിന്റെ, കുറച്ച് ഉപവാസത്തിന്റെ, കുറച്ച് ഒറ്റപ്പെടലിന്റെ, കുറച്ച് അതേ ചർച്ച് പൊളിറ്റിക്സിന്റെ ഒക്കെ വേദനകളും വേദനകളും ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഇത് പണിതത് മാർബിൾ കൊണ്ടല്ല, ഗ്രാനൈറ്റ് കൊണ്ടല്ല, സിമെന്റ് കൊണ്ടല്ല, ഇത് പണിതത് വെളിപ്പാട് കൊണ്ട്. പണിതത് കൊണ്ട് ഇത് പൊളിക്കുവാൻ ഒരു ഭൂതങ്ങൾക്ക് കഴിയത്തില്ല. ഇപ്പൊ പുതിയ രാജാവ് സ്തോത്രം തന്റെ ഭടന്മാരെ അവനുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു, ലൊദേബാനിൽ പോയി സ്തോത്രം മാക്കീരന്റെ വീട്ടിൽ നീ ഉണ്ടെന്ന് പറഞ്ഞ ആ നാറ്റക്കേസായ മെബിബോഷ്യത്തിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാടെ. അവർ വരട്ടെ. പക്ഷെ നമുക്ക് ആ മെബിബോഷ്യത്തിന്റെ അടുക്കിലേക്ക് പെട്ടെന്ന് പോവാം. ആ മെബിബോഷ്യത്തിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവൻ നോർമൽ അല്ല, അവൻ ലോദേബാനില്ല പാർക്കുന്നത്. അവന് ഒരു കംപ്ലീറ്റ് മാൻ അല്ല, അവനൊരു പൂർണ്ണ ശരീരമുള്ള ഒരു മനുഷ്യനല്ല. അവന് സ്വയമായി എഴുന്നേറ്റിരിക്കാൻ കഴിയും, പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ അവനക്ക് ത്രാണിയില്ല. സ്തോത്രം. അവന് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയത്തില്ല, അവന് ഓടാൻ ഒറ്റും കഴിയത്തില്ല. അവന് രണ്ട് കാലും മുടന്തായിപ്പോയി. നിൽപ്പാൻ കഴിയില്ല, നടപ്പാൻ കഴിയില്ല, ഓടാൻ കഴിയില്ല. ആരോ പറയുന്നു പലതിനും കഴിയില്ലപ്പാ. അപ്പച്ചാ കഴിവില്ലപ്പാ. കഴിവില്ലാത്തവന് കഴിവ് തരുന്നവൻ പറയുന്നു, വിലാപത്തിൽ നിന്ന് നിന്റെ ജീവിതം വിടുതലിലേക്ക് മാറ്റപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. ഇവൻ മുടന്തനായി ജനിച്ചവനല്ല സഹോദരന്മാരെ, ഇവൻ മുടന്തനായി ജനിച്ചവനല്ല. ഇവൻ ജനിച്ച ആരംഭ സമയത്ത് ഇവന് ഓടിച്ചാടി നടക്കാൻ അവന്റെ കാലുകൾക്ക് നല്ല ബലം ഉണ്ടായിരുന്നു. 5 വയസ്സ് വരെ ഇവൻ ആ കൊട്ടാരത്തിൽ, ശൗലിന്റെ മകന്റെ മകനാണ് ഈ മെബിബോഷ്യത്ത്. ശൗൽ സ്തോത്രം അതേ മകനാകുന്നതായി യോനാഥാൻ, അവന്റെ മകനാണ് മെബിബോഷ്യത്ത്. 5 വയസ്സ് വരെ ആ കൊട്ടാരത്തിന്റെ പടവുകളിൽ ആ കുട്ടി ഓടിക്കയറുകയാണ്. മക്കളെ, ഒന്നാം ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 1-ാം ക്ലാസ്സിൽ നിങ്ങൾ പോയ ഓർമ്മയുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. 1-ാം സ്റ്റാൻഡേർഡിൽ പോയ ഓർമ്മയുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, 1-ാം സ്റ്റാൻഡേർഡിൽ ഇവരാരും പോയിട്ടില്ല. 1-ാം സ്റ്റാൻഡേർഡിൽ ഷാജി പാസ്റ്റർ ഒരു സ്കൂൾ തുടങ്ങണം. സ്തോത്രം. അതെ, നോക്കിയേ, 1-ാം ക്ലാസ്സിൽ പോയത് ഓർമ്മയുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. സോ എക്സാക്ട്ലി സെയിം മാനർ, ഏകദേശം ആ പ്രായത്തിൽ അവൻ ആ കൊട്ടാരത്തിൽ ഓടിക്കയറിയത്, തന്റെ വലിയപ്പച്ചന്റെ സ്തോത്രം സപ്രപഞ്ച കട്ടിലിൽ കിടന്നത്, അവിടെ കിടന്ന് ഉറങ്ങിയത്, രാജാവിന്റെ വെള്ളി പ്ലേറ്റിൽ സ്വർണ്ണ സ്പൂണിൽ അവൻ ഭക്ഷണം കഴിച്ചതൊക്കെ മെബിബോഷ്യത്തിന് ഭയങ്കര ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിന് ആരംഭം ഭയങ്കര ഗ്ലോറിയസ് ആയിരുന്നു. സിൽവർ സ്പൂൺ, സ്തോത്രം, ഗോൾഡ് പ്ലേറ്റ്, കൊട്ടാരത്തിൽ
രാജ്യത്തിലാണ് പാർക്കുന്നത്. ആ രാജ്യത്തിലെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡഡ് ചൈൽഡ് ഞാനായിരുന്നു. ആ രാജ്യത്തിലെ ഏറ്റവും എല്ലാവരും കാണുവാൻ കാത്തിരുന്ന കുട്ടി ഞാനായിരുന്നു. കാരണം രാജാവിന്റെ കൊച്ചുമകന്. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ഞാൻ ഓടി വന്നാൽ അപ്പച്ചൻ മഹാരാജാവ് ശൗലെടുത്ത് എന്നെ മടിയിലിരുത്തി തെരുതെരെ ഉമ്മൊക്കെ തന്ന് ഞാൻ ഭയങ്കര രസത്തിൽ ആദ്യത്തെ 5 വർഷം ജീവിച്ചത്. എന്നാൽ ഒരു ദിവസം എനിക്ക് പഴം തന്ന് പാല് തന്ന് ഉറക്കുന്ന എൻ്റെ അപ്പനും അപ്പനും ഒരു ദിവസം സ്വത്രം അതെ പടച്ചട്ട ഇട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്ന് എല്ലാവരുടെ യാത്ര ചോദിക്കുമ്പോൾ എന്നെയും കെട്ടിപ്പിടിച്ച് ചുമ്മാ തന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ പോയിട്ട് പെട്ടെന്ന് വരാമേ. അപ്പൻ യോനാഥാനും പറഞ്ഞു, പപ്പാ പോയിട്ട് പെട്ടെന്ന് വരാമേ. പക്ഷേ ആ പോയ പോക്കായിരുന്നു. ആ പോയ പോക്കിൽ എനിക്ക് ഒറ്റ ദിവസം എൻ്റെ അപ്പനെയും നഷ്ടപ്പെട്ടു, എൻ്റെ വലിയപ്പച്ചനെയും നഷ്ടപ്പെട്ടു. ഓ കമാൻ ഹല്ലേലൂയ. ചെറുപ്രായത്തിലെ വലിയ ഡ്രാമ, വലിയ ആഘാതം ആ കുട്ടിക്കുണ്ടായി. ചെറുപ്രായത്തിലെ വലിയ ആഘാതമുണ്ടായി. സുനാമി ആ തീരപ്രദേശത്ത് കയറി വന്നതുപോലെ, ഓക്കി എന്ന കാറ്റ് തിരുവനന്തപുരത്തെ പ്രദേശത്തൂടെ അടിച്ചതുപോലെ, ഏതോ ഭൂമി കുലുക്കമുണ്ടായി പട്ടണങ്ങൾ തകർക്കപ്പെട്ടതുപോലെ ആഘാതങ്ങൾ ചെറിയ പ്രായത്തിൽ അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ആഘാതങ്ങൾ അനുഭവിച്ചവർ അവർ പറയും, എൻ്റെ ചൈൽഡ്ഹുഡ് കറക്റ്റ് അല്ല, ഞാൻ പെട്ടെന്ന് കരയും, എനിക്ക് അല്പം പോലും ബലമില്ല, കാരണം ഞാൻ ആഘാതത്തിലാണ് ഞാൻ ജീവിച്ചത്. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ പറയും, ഞാൻ തകർന്ന ഹൃദയമുള്ളവൻ. ഞാൻ പറയുന്നത് സൈക്കോളജി അല്ല, ഞാൻ പറയുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സിന്റെ സുവിശേഷമാണ്. ഞാൻ പറയും, ഒന്നും താങ്ങാനുള്ള കഴിവ് എനിക്കില്ല. ഒരു ചെറിയ പാട്ട് കേട്ടാൽ ഞാൻ പെട്ടെന്ന് കരയും, ഒരു നല്ല തൂതി കേട്ടാൽ കണ്ണുനീരിനോട് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് അല്പം പോലും ബലമില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരും അകന്ന് നിൽക്കുമ്പോൾ ഇമ്മാനുവേൽ എന്നോട് ചേർന്ന് നിൽക്കുന്നത്. കാരണം കയ്യിൽ കാശുള്ളവനോട് കൂടെയല്ല, ഹൃദയം മുറുകിയവർക്ക് ദൈവം ഇന്ന് രാത്രിയും സമീപത്ത്. 5-ാമത്തെ വയസ്സിൽ ആഘാതങ്ങൾക്ക് മീതെ ആഘാതം. വലിയപ്പച്ചൻ നഷ്ടപ്പെട്ടു, അപ്പൻ നഷ്ടപ്പെട്ട വാർത്തയുമായി ഒരാൾ ഓടി വരികയാണ്. ഇതാ സൈന്യം വരുന്നേ, ഫെലിസ്ത്യ സൈന്യം വരുന്നേ, ശൗല് കൊല്ലപ്പെട്ടേ, യോനാഥാൻ കൊല്ലപ്പെട്ടേ, റോയൽ ഫാമിലിയിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, രാജകുടുംബത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഓടിക്കോ. ഇതാ സൈന്യം വരുന്നേ, ശത്രുവിന്റെ സൈന്യം വരുന്നേ. കേട്ട വാദി കേൾക്കാത്ത വാദി. കൊട്ടാരത്തിലുള്ള പരിചാരകനുണ്ട്. കൊട്ടാരത്തിൽ ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞു നേഴ്സ്. കൊട്ടാരത്തിലെ പരിചാരകർ ഏറ്റവും കരുത്തുള്ളവരാണ്, കയ്യിൽ നല്ല നൈപുണ്യമുള്ളവരാണ്, സ്കില്ലുള്ളവരാണ്, ഏറ്റവും കഴിവുള്ളവരാണ് കൊട്ടാരത്തിലെ അതേ പരിചാരകർ. കൊട്ടാരത്തിൽ നാട്ടിലുള്ള ഏറ്റവും നല്ല സ്കില്ലുള്ള പരിചാരകനാണ്, ഏറ്റവും കഴിവുള്ള പരിചാരകനാണ് ശൗലിന്റെ കൊട്ടാരത്തിലുള്ള രാജാവിന്റെ കൊട്ടാരമായതുകൊണ്ട്. അത് കേട്ടപാടെ ഇതാ പോരാട്ടം വരുന്നു. 2 ആഘാതം നടന്ന ആ ദിവസം സ്തോത്രമേ, ഈ 5 വയസ്സുകാരൻ ആ കുട്ടിയെ വാരി എടുത്ത് ധാത്രി, അവന്റെ നേഴ്സ്, അവന്റെ പരിചാരിക, അവന്റെ ആയ, അവനെയും കൊണ്ട് ഇങ്ങനെ പെട്ടെന്നോടുമ്പോൾ ആ കൈക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട്, ഞാൻ ട്രസ്റ്റ് ചെയ്ത കൈക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട്, ഓ കമാ നിങ്ങൾക്ക് മനസ്സിലായില്ല, ട്രസ്റ്റ് ചെയ്ത പല കരങ്ങൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട്, മനസ്സിലാക്കുന്നു, ട്രസ്റ്റ് ചെയ്ത കരങ്ങൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് എ കംപ്ലീറ്റ് ബോയ്, എ നോർമൽ ബോയ്, നല്ല കുട്ടി, അവൻ ഡാമേജ് അല്ലായിരുന്നു, അവൻ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു, നല്ല കംപ്ലീറ്റ് ബോയ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ ട്രസ്റ്റ് ചെയ്ത കരം ഉറപ്പല്ലാത്തത് കൊണ്ട് ആ കയ്യിൽ നിന്ന് ഊർന്ന് കുട്ടി വീണു, അവന്റെ നട്ടലിടിച്ചു. ഓ, അവന്റെ 2 കാലം പാരലൈസ് ആയി പോയി. മക്കളെ, ഇന്ന് രാത്രി വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ നമ്മെ കൊടുക്കുന്ന വ്യക്തികളുണ്ടല്ലോ, തെറ്റായ കരങ്ങളിൽ നമ്മളെ കൊടുത്താലേ പരിപാടി തീർന്നു. ഓ come on, you cannot give your life to wrong people, wrong hands. തെറ്റായ കരങ്ങളിൽ നിങ്ങളെ കൊടുത്താൽ അവർ നിന്നെ ഡാമേജ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ. അപ്പച്ചാ, ഞങ്ങൾ എത്ര വർഷം ജീവിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ ഈ ഉപവാസത്തിന്റെ 13-ാമത്തെ രാത്രി ഈ ചർച്ചിനോട് ഞാനൊന്ന് ചേർന്ന് നിന്ന് ഇന്ന് രാത്രി ഞാനും കൂടെ നിലവിളിക്കുന്നു, കർത്താവേ, തെറ്റായ കരങ്ങൾ ഞങ്ങളെ തൊടല്ലപ്പച്ചാ. മനുഷ്യന്റെ കയ്യിൽ വീണ് ഞങ്ങൾ തൊലയല്ല, ആയിപ്പഴുതുള്ള കരത്തിൽ ഞങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ. നേഴ്സ്, ധാത്രി, വേലക്കാരി, എവരെയും കൊണ്ട് ഓടുമ്പോൾ ആ കൊട്ടാരത്തിന് പുറത്തായിരിക്കാം. പെട്ടെന്ന് കൊച്ചിനെ ഇടിച്ചു കുത്തി വീണു, നാട്ടിൽ ഇടിച്ചു, 2 കാലം മുടന്ത ഉള്ളവനായി തീർന്നു. യെസ് 15 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ അല്ലായിരുന്നു കേട്ടോ. 20 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ആര് പറയുന്നു 25 വർഷം മുമ്പ് ഞാനിങ്ങനെ അല്ലായിരുന്നു? എന്തിനാ 5 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ആരുടെയോ കയ്യിൽ നിന്ന് ഞാൻ ഡാമേജ് ആയിപ്പോയി. ഞാനൊരു ഒടഞ്ഞ പാത്രം. ഈ സർവീസ് കഴിഞ്ഞ് ഇത്രയും പ്രസംഗത്തിൻ്റെ ഒരു 4 മടങ്ങ് സമയം വേണം. ആരോ പറയുന്നു എൻ്റെ മുഴുവൻ ചരിത്രം നീ കേൾക്കാൻ. അത് പ്രസംഗമല്ല, എൻ്റെ ജീവിതമാണ്. ആ തിരുവനന്തപുരത്തുള്ള ദേവദാസൻ പറഞ്ഞത് അത് എൻ്റെ ജീവിതമാണ്. പറഞ്ഞാൽ ഞാൻ വീണ് ഒടഞ്ഞു പോയി. ഞാൻ വീണതല്ല, എന്നെ തള്ളിയിട്ടതാ.
ഞാൻ വീണതല്ല, എന്നെ തള്ളിയിട്ടതാ. ഞാൻ വീണ് എൻ്റെ കാല് രണ്ടും മുടന്തായി പോയി. രാജ്യം നഷ്ടപ്പെട്ടു, കൊട്ടാരം നഷ്ടപ്പെട്ടു, വലിയപ്പച്ചൻ നഷ്ടപ്പെട്ടു, അപ്പൻ നഷ്ടപ്പെട്ടു, ഇപ്പൊ 2 കാലം നഷ്ടപ്പെട്ടു. അപ്പോൾ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, ദേശം മാറണം കേട്ടോ, യെരൂശലേമിന് മറന്നേരെ, യെരൂശലേമും ശിലോവും എല്ലാം മറന്നേരെ. ആ രാജാവുണ്ടല്ലോ ഭയങ്കര ഫെറോഷ്യസാ, ഭയങ്കര ആക്രമണ ശീലമുള്ളവനാ. അവൻ കിട്ടിയാൽ നിന്നെ ചപ്പാത്തിക്ക് മാവ് ഉടയ്ക്കുന്ന പോലെ നിന്നെ തകർത്ത് കളയും. ദാവീദാ പുതിയ രാജാവ്. നീ ഒരു കാര്യം ചെയ്യ്, ഒളിച്ചു പാർക്ക്, ആരും അറിയാതെ, നിന്നെ ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഒളിച്ചു പാർക്ക്. അങ്ങനെയുള്ള ആരോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു, സ്വന്തം ദേശം വിട്ട് സ്വന്തക്കാരെ വിട്ട് എവിടെയോ വന്ന് ഒളിച്ചു പാർക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൂതിതാണ് നിന്നെ വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക് ദൈവത്തിനെ കൊണ്ടുവന്ന് മാനിക്കുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് യെരൂശലേമിൽ പാർത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ദൂരെ ആരും വരാത്ത ഒരു സ്ഥലമുണ്ട്, പക്ഷെ മോശമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, അവിടെ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. വേറെ എവിടെയെങ്കിലും നീ ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ തല കാണത്തില്ല. കാരണം പുതിയ രാജാവാണ്, പഴയ രാജാവിന്റെ കൊച്ചുമകനാ നീ. പുതിയ രാജാവിന് നീ ഭീഷണിയാ. നീ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ നിന്റെ തലവയും, അയാൾ നിന്റെ ശത്രുവാ. ഇപ്പോഴത്തെ രാജാവേ, അയാൾ നിന്റെ ശത്രുവാ. അതുകൊണ്ട് നിനക്ക് അയാളുടെ മുമ്പിൽ ജീവിക്കാൻ പറ്റത്തില്ല. നീ അങ്ങ് ദൂരെ അല്പം പോലും പച്ചിപ്പില്ലാത്ത, പച്ച ഇലയില്ലാത്ത, നല്ല പുല്ലില്ലാത്ത, ചെടികളൊന്നും ഇല്ലാത്ത വെറും ഊഷര മരുഭൂമി മാത്രമായ സൗദി അറേബ്യയുടെ ടെക്സാക്കോ എന്നറിയപ്പെടുന്ന കമ്പനിയുടെ പ്രദേശം പോലെ, അല്ലെങ്കിൽ കുവൈറ്റിന്റെ ഊഷര മരുഭൂമി പോലെ വെറും പച്ചിപ്പെന്ന് പറയുന്ന ഒരു സാധനമില്ലാത്ത, പച്ച ഇലയില്ലാത്ത ഒരു ഗ്രാമമുണ്ട്. അവിടെ ആൾക്കാർ തീരെ കുറവാണ്. അവിടെ ഭയങ്കര ചൂടാ. തണുപ്പാണെങ്കിൽ അങ്ങേയറ്റത്തെ തണുപ്പാ, ചൂടാണെങ്കിൽ അങ്ങേയറ്റത്തെ ചൂടാ. അവിടെ ആരും വരത്തില്ല. ആ സ്ഥലത്തിന്റെ പേര് ലോദേബാന. നീ അവിടെ ചെന്ന് ഒളിച്ചു പാർത്തോ, ഇല്ലെങ്കിൽ നിനക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ലോദേബാനിൽ കരഞ്ഞ് അവൻ ജീവിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? മനസ്സിലാകുന്ന ഇടയ്ക്കിടയ്ക്ക് ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചേ. ലോദേബാനിൽ അവൻ ഒളിച്ചു പാർക്കുകയാണ്. 5 വയസ്സ് വരെ നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു, 5 വയസ്സ് വരെ നല്ല ഓർമ്മകളുണ്ടായിരുന്നു. ഒരു കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര നല്ല ഓർമ്മയുണ്ടായിരുന്നു. എന്തൊക്കെ സ്വപ്നമായിരുന്നു ചില ട്രാജഡിക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. എന്തൊക്കെ ആകാശ കോട്ടകളാണ് കെട്ടിയത്. ജീവിതത്തെക്കുറിച്ച് ഭയങ്കര ഓർമ്മകളുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം സകലം എല്ലാറ്റിനെയും തകിടം മറിച്ചു. എൻ്റെ വലിയപ്പച്ചൻ പോയി, എൻ്റെ അപ്പൻ പോയി, എൻ്റെ കൊട്ടാരം പോയി, ധാത്രിയുടെ കയ്യിൽ നിന്ന് ഞാനും പോയി. ഞാൻ മുടന്തനായി. എനിക്ക് നിൽക്കാൻ പോലും കഴിയത്തില്ല. ഞാൻ എണീക്കണമെങ്കിൽ ആരുടെയോ സഹായം എനിക്ക് വേണം. ഇവർക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. എണീക്കണമെങ്കിൽ, ഞാൻ നടക്കണമെങ്കിൽ ഒരാളുടെ സഹായം എനിക്ക് വേണം. കരഞ്ഞ ഞാൻ ജീവിക്കുന്നത്. കരയാത്ത ദിവസങ്ങളില്ല. ഞാൻ തലവെക്കുന്ന തലയണെ ഒന്ന് വന്ന് കണ്ടേ. വേൾഡ് മാപ്പ് പോലെ ഒരു പാട് ഞാൻ കാണിച്ചു തരാം. അതെൻ്റെ വായിൽ നിന്ന് വീണ ഈത്തയല്ല, എൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ കൊണ്ട് വേൾഡ് മാപ്പ് പോലെ എൻ്റെ കണ്ണുനീർ കുതിർന്ന് അടയാളം ഞാൻ കാണിച്ചു തരാം. ഞാൻ വിലാപത്തിൽ പാർക്കുകയാണ്. എന്നും കണ്ണുനീര്, എന്നും ലോദേബാൻ. ഒരു പച്ചിപ്പ് വരത്തില്ല, ഒരു നന്മ വരത്തില്ല. കരഞ്ഞ് ജീവിതം തീരുന്നു, കരഞ്ഞ് ജീവിതം അവസാനിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങൾക്ക് നിനക്ക് മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എഴുന്നേറ്റും നിന്നിട്ട് ഒരിക്കൽ കൂടെ നിന്റെ വിഷയത്തിനും നിനക്ക് മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എഴുന്നേറ്റും നിന്നിട്ട് നിന്നോട് ദൂത് പറയുന്നു, കുഞ്ഞെ, ലൈഫ് കരഞ്ഞ് തീർക്കാനുള്ളതല്ല. കേട്ടില്ല. ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല, ജീവിതം തോറ്റ് പിന്മാറാനുള്ളതല്ല. ആർക്കും നിന്നെ പൊളിച്ച് ഇടുവാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ തകർത്തിടുവാൻ കഴിയത്തില്ല, ആർക്കും ഒന്നിനും നിന്നെ ഒരു ഉടഞ്ഞ പാത്രമാക്കി ഇടുവാൻ കഴിയത്തില്ല. തമ്പുരാൻ പറയുന്നു, എന്റെ ചക്രം ഞാൻ വീണ്ടും നിനക്ക് വേണ്ടി തിരിക്കുവാൻ വേണ്ടി പോകുന്നു. വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. ഇതാ ചക്രം ഉരുളുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി സ്തോത്രമേ ആ ലോദേബാനിൽ നിന്ന് ചെറുക്കനെ ഇന്റർവ്യൂ ചെയ്ത് അവന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ശബ്ദം കേട്ടു. സ്തോത്രം. നിങ്ങളെ കൂടെ ക്ഷണിക്കുക. ലോദേബാനിൽ ആ മെഫിബോശേത്ത് നാറ്റ കേസ്. പുള്ളി അവളൊരു നാറ്റ കേസ്, അവനൊരു നാറ്റ കേസ്. അവനൊരു തിരിച്ചുവരവില്ല, അവൾക്കൊരു തിരിച്ചുവരവില്ല. കരഞ്ഞ് തീരത്തേയുള്ളൂ, കരഞ്ഞ് അവസാനിക്കത്തേയുള്ളൂ. എന്നാൽ തമ്പുരാൻ പറയുന്നു, മറ്റുള്ളവർ തോറ്റെടുത്ത് ഞാൻ നിന്നെ മാനിക്ക്, മറ്റുള്ളവർ തൊലഞ്ഞെടുത്ത് ഞാൻ നിന്നെ പാലിക്കും. വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക് നിനക്കൊരു ഹൈവേ ഞാനിതാ പണിയുകയാണ്. കരങ്ങളടിച്ച് ഒന്ന് ആരാധിച്ച്.
ഹൈവേ. വിലാപത്തിൽ നിന്ന് വിടുതലേക്ക് ബൈവേ അല്ല. ബൈവേ ആണെങ്കിൽ സമയം പതുക്കെ വരത്തുള്ളൂ. എന്നാൽ തമ്പുരാൻ പറയുന്നു ഹൈവേ. പക്ഷേ ഈ ജലത്തിലുണ്ടല്ലോ വളരെ പെട്ടെന്ന് 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 ചില വിടുതലുകൾ നിങ്ങൾ കാണാൻ പോവാ. ഈ ഉപവാസം കഴിക്കുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് അവിശ്വസനീയമായ ചില വലിയ പ്രവൃത്തികൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവത്തിന്റെ കൃപയാൽ അതേ കാണുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. മോനെ മെഫീബോശത്തെ, കുഞ്ഞേ, എന്നും കരച്ചില്ലല്ലോ കേട്ടോ, എന്നും നിലവിളിയല്ല, എന്നും വേദനയല്ല, എന്നും കണ്ണുനീരല്ല. യെസ്, അതൊക്കെ നടക്കും. എല്ലാം പ്രവചനമല്ലേ? എല്ലാം പ്രവചനം എന്ന് പറയുമ്പോൾ ഒരു എഴുന്നേറ്റ് പോയാൽ അവൻ്റെ ഒരു ഇതുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്ക്, എന്നും കണ്ണുനീരല്ല. നീ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? കാണുന്ന മണ്ഡലത്തിലൊന്നും നടക്കുന്നില്ല. കാണുന്ന മണ്ഡലത്തിൽ ഇന്ന് നീ ലോദേവാനിലാണ്. കാണുന്ന മണ്ഡലത്തിൽ മുഴുവൻ ഊഷര മരുഭൂമിയാണ്. കാണുന്ന മണ്ഡലത്തിൽ പച്ചിപ്പായി ഒന്നുമില്ല. പക്ഷെ കാണാത്ത മണ്ഡലത്തിൽ ഒരു രഥചക്രം നിനക്ക് വേണ്ടി തിരിയുന്നത് ഇന്ന് രാത്രി കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കാണാത്ത മണ്ഡലത്തിൽ ചിലതവൻ നിനക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ്. ഏറ്റെടുക്കണം കുട്ടിയെ, ഏറ്റെടുക്കണം. ഇത് നിനക്കുള്ള പ്രവചനമാണ്. കാണാത്ത മണ്ഡലത്തിൽ ചിലത് ദൈവം നിനക്ക് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. എന്റെ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്റെ ദൈവം തന്റെ പരിപാടി മാറ്റിയിട്ടില്ല. എന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ കാണാത്ത മണ്ഡലത്തിൽ അവൻ ചിലത് നിനക്ക് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയേക്കാൾ ഈ ശനിയാഴ്ചയായപ്പോൾ ആ ദൈവത്തിന്റെ പദ്ധതി കുറച്ചുകൂടെ നിന്റെ അടുക്കലേക്ക് വന്നു. ഈ ജൂലൈ മാസം 20-ാം തീയതി കഴിഞ്ഞ് 31 ആ ദൈവത്തിന്റെ പദ്ധതി കുറച്ചുകൂടെ നിന്റെ അടുക്കലേക്ക് വരും. ഈ ഡിസംബർ 31 വെച്ച് ഈ ഡിസംബർ 31 വെച്ച് നിന്റെ ജീവിതം വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക് ഉയർത്തെഴുന്നേറ്റ നസ്രായൻ എത്തിച്ചിരിക്കും. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിക്ക്. മോനെ, ആ രഥചക്രത്തിന്റെ ശബ്ദം അല്പം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഉയർന്നു. അപ്പോൾ പഴയ രാജാവിൻ്റെ കൊച്ചുമോൻ മെഫീബോശത്ത് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, അവരെന്നെ കൊല്ലാനല്ലയോ വരുന്നത്? കാരണം പുതിയ രാജാവ് പഴയ രാജാവിൻ്റെ കുടുംബത്തെ വെട്ടി തകർക്കാൻ വേണ്ടി അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ആർമിയെ എന്നെ കൊല്ലാനല്ലേ വരുന്നത്? എടാ, നീ തൊലയണമായിരുന്നെങ്കിൽ പണ്ട് തൊലയണമായിരുന്നെങ്കിൽ ഇതിനകത്ത് നീ കയറുന്നതിന് മുൻപ് തൊലയണമായിരുന്നു. ഒരിക്കൽ കൂടെ, നീ തൊലയണമായിരുന്നെങ്കിൽ, നീ ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ, നീ ധീരമായിരുന്നെങ്കിൽ, നീ സൈക്കോളജി പ്രാന്താശത്തിൽ നീ കയറണമായിരുന്നെങ്കിൽ പണ്ടായിരുന്നു. ഇനി നിന്നെ തൊടുവാൻ അന്ധകാര ശക്തികൾക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി അന്ധകാര ശക്തികളെ നോക്കി, ആക്സിഡന്റ്സിനെ നോക്കി, ക്യാൻസറിനെ നോക്കി, മാനസികാഘാതങ്ങളെ നോക്കി, സ്ട്രോക്കുകളെ നോക്കി, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ശത്രുവേ, നിന്റെ അജണ്ടകൾ ലേറ്റായി പോയി. ഒരിക്കൽ കൂടെ, ശത്രുവിന്റെ അജണ്ടകൾക്ക് ലേറ്റായി പോയി. ഇനി ഈ ജനത്തെ തൊടുവാൻ, ഇനി ഈ കുടുംബങ്ങളെ തൊടുവാൻ നിനക്ക് കഴിയത്തില്ല. രഥത്തിന്റെ ശബ്ദം അടുത്തു വന്നപ്പോ അയൽവാസ ഗ്രാമങ്ങൾ ഞെട്ടി. നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു. ലോദേവാനിൽ രഥത്തിൻ ചലനം. നിന്റെ നാട്ടുകാർ, നിന്റെ പഞ്ചായത്തുകൾ ഞെട്ടാൻ പോകുന്നു. എങ്ങനെ അതവിടെ നടന്നു? എങ്ങനെ അവരിൽ സംഭവിച്ചു? എങ്ങനെ അത് ഉണ്ടായി? മനുഷ്യൻ അളന്നു തരും, എന്നാൽ അപ്പച്ചൻ തരുമ്പോ അമർത്തി.
നിന്റെ ലോകമാറിൽ നിനക്ക് വേണ്ടി രഥചക്രം ചലിക്കുന്നു. പച്ചപ്പില്ലാത്ത ദേശത്ത്, പച്ചപ്പില്ലാത്ത കുടുംബത്തില്, ശാപം നിറഞ്ഞിരിക്കുന്ന കുടുംബത്തില്, ബന്ധനം നിറഞ്ഞിരിക്കുന്ന തറവാടില് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി പുതിയൊരു ചരിത്രം മെനയുവാൻ, പുതിയൊരു വേവ് വെളിപ്പെടുവാൻ ഇതാ കർത്താവ് ചലിക്കുന്നു. ചേർന്ന് ചലിച്ചോ, ചേർന്ന് ചലിച്ചോ. കർത്താവ് ചലിക്കുമ്പോ ചേർന്ന് ചലിച്ചോ. രഥചക്രങ്ങൾ മുന്നോട്ട് പോയതിന്റെ ശബ്ദം വർദ്ധിച്ച് അതവസാനം അവൻ പാർത്ത വീടിന് മുൻപിൽ വന്ന് നിന്നു. രണ്ടുപേരെ തൊട്ട് പറ, എൻ്റെ അഡ്രസ് മാറുകയില്ല. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ അഡ്രസ് തെറ്റുകയില്ല. പറഞ്ഞേ, എൻ്റെ അഡ്രസ് തെറ്റുകയില്ല. എൻ്റെ ദൈവത്തിന് എൻ്റെ അഡ്രസ് തെറ്റുകയില്ല. ചിലതെല്ലാം ഈ ദിവസങ്ങൾ വരുന്നുണ്ട്, ചില ഇമെയിലുകൾ വരുന്നുണ്ട്, ചില ടെലിഫോൺ കോളുകൾ വരുന്നുണ്ട്, ചില സ്കൈപ്പ് ഇന്റർവ്യൂകൾ വരുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്? ചില ഇമെയിൽസ് വരുന്നുണ്ട്, ചില ടെലിഫോൺ കോളുകൾ വരുന്നുണ്ട്, ചില സ്കൈപ്പുകൾ വരുന്നുണ്ട്. രഥചക്രം നിന്റെ വീടിന് മുൻപിൽ ഇതാ കടന്നു വരുന്നു. അത് നിന്റെ മാത്രമോ? ശത്രുവിന് വഴികൾ തടയുവാൻ കഴിയുകയില്ല. ഒരിക്കൽ കൂടെ, വഴികൾ തടയുന്ന അന്ധകാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറി നിൽക്കട്ടെ. റിയലി എനിക്ക് വേണ്ടിയാണോ ഈ രഥം വന്നേ? ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനാ. എൻ്റെ കൊട്ടാരം പോയി, എൻ്റെ അപ്പം പോയി, എൻ്റെ വലിയപ്പച്ചൻ പോയി. ഇനി ഒരു രഥം പോയിട്ട് ഒരു കുതിര പോലും ഇനി കാണാൻ പറ്റത്തില്ല എന്നാ ഞാൻ വിചാരിച്ചത്. രഥം പോയിട്ട് ഒരു കുതിര പോലും കാണാൻ പറ്റത്തില്ല എന്നാരേലും പറഞ്ഞു എങ്കിൽ നല്ല കാലം പിൻപിലല്ല, നല്ല കാലം മുമ്പിലാ. നന്മകളെല്ലാം പോയി, നല്ലത് ഒരിക്കലും ലഭിച്ചില്ല എന്നാരെങ്കിലും പറയുന്നത്, നീ കണ്ടതിനേക്കാൾ വലിയവാ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ബാഗ് പാക്ക് ചെയ്. അയ്യോ, ഈ ലോകമാനിൽ നിനക്കൊന്നുമില്ലല്ലോ. നീ പോകുന്നേ രാജാവിൻ്റെ അടുക്കിലേക്ക്. നീ ഒന്നും എടുക്കണ്ടതാ, അവിടെ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആരോടാ? ചിലതെല്ലാം പെട്ടെന്ന് സഡൻലി പെട്ടെന്ന് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, നടത്താൻ ബന്ധുക്കളില്ല. പക്ഷെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു അപ്പനുള്ളത് കൊണ്ട് സകലം പെട്ടെന്ന്. എങ്ങനെ ആന്റി നടന്നേ? എങ്ങനെയാണെങ്കിലും സംഭവിച്ചത് നടന്നതല്ല, സ്വർഗം നടത്തിയതാണ്. എല്ലാ വിവാഹങ്ങളും മിറക്കുകളാകട്ടെ. ഒരിക്കലും എല്ലാ വിവാഹങ്ങളും മിറക്കുകളാകട്ടെ, എല്ലാ ജോലികൾ മിറക്കുകളാകട്ടെ, എല്ലാ ഭാവികൾ മിറക്കുകളാകട്ടെ, എല്ലാ ശുശ്രൂഷകൾ മിറക്കുകളാകട്ടെ. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷിക്കുന്നെങ്കിൽ ബുദ്ധിയുടെ എക്സ്പീരിയൻസ് എന്നല്ല, 34 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, തകർന്ന ഹൃദയത്തിൽ നിന്ന് ശുശ്രൂഷിക്കണം. പെട്ടെന്ന് അന്ന് രഥത്തിൽ കയറാൻ പറ്റില്ലല്ലോ, ഞാൻ ഉടൻ തന്നെ അല്ലേ. ഇടാ, നീ കയറുകയല്ല, ഞാനത് പറയുമ്പോൾ ദൂതന്മാർ ഇറങ്ങി നടക്കുന്നത് ഞാൻ കാണുകയാണ്. അർഹതയില്ലാത്ത ഇടങ്ങളിൽ, നീ പഠിച്ചിട്ടില്ലാത്ത സബ്ജക്റ്റിൽ, നീ അപ്ലൈ ചെയ്യാത്ത യൂണിവേഴ്സിറ്റികളിൽ, നീ പ്രതീക്ഷിക്കാത്ത പ്ലാറ്റ്ഫോമുകളിൽ നീ കയറുകയല്ല. ദൈവകൃപ നിന്നെ കയറ്റി വിടുകയാണ്.
കൂടെ വന്നവർ പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ വന്നത്, കയറിക്കോ, ഞങ്ങൾ നിന്നെ കയറ്റാം. എൻ്റെ വല്യപ്പച്ചൻ്റെ രഥത്തിൽ പണ്ടിരുന്ന ചെറിയൊരു ഓർമ്മയുണ്ട്. പക്ഷെ അതെന്തോ രഥ, ഇതല്ലേ രഥം. ഇതല്പം നേരത്തെ ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പച്ചനെ വിടാതെ മുറുകെ പിടിച്ച് നിന്നാൽ മാത്രം മതി. കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. ഈ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. ഒന്നിനും ഓരോരുത്തർക്കും നിന്നെ പൊളിക്കുവാനും തകർക്കുവാനും കഴിയത്തില്ല. ലോദേബാൻ ബബായ്, ലോദേബാൻ ഞാൻ പോവാ. ലോദേബാൻ, പച്ചിപ്പില്ലാത്ത ലോദേബാൻ ബബായ്. എൻ്റെ കിടക്ക ഇനി വേറെയാ, എൻ്റെ തലയിണ ഇനി വേറെയാ. 9447 എൻ്റെ ടെലിഫോൺ നമ്പർ ഇനി വേറെയാ. ഓ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകാം. എൻ്റെ അഡ്രസ് ഇനി വേറെയാ, എൻ്റെ സ്റ്റാറ്റസ് ഇനി വേറെയാ. In the name of Jesus, വിലാപത്തിൽ നിന്ന് വിടുതലേക്ക് എന്ന ഈ ദൂത് ആരെയോ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഇന്ന് രാത്രി ഷിഫ്റ്റ് ചെയ്യുക. നിന്റെ ആഹാരം മാറുന്നു, നിന്റെ കിടക്ക മാറുന്നു, നിന്റെ വീട് മാറുന്നു, നിന്റെ അഡ്രസ് മാറുന്നു, നിന്റെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് മാറുന്നു. മലയാളത്തിൽ പറഞ്ഞ ജീവിതം നിലവാരം മാറുന്നു. ചുറ്റൂരിക്കുന്ന 7 പേരെ തൊട്ട് പറ, എന്റെ ലെവൽ മാറുകയാണ്. പെട്ടെന്ന് പറഞ്ഞാണ് പറ 7 പേരെ തൊട്ട് പ്രവചിച്ച അസൂയില്ലാതെ പറ, എന്റെ ലെവൽ മാറുകയാണ്. പറ ആങ്കിളിനോട് പറ, എന്റെ ലെവൽ മാറുകയാണ്, എന്റെ ലെവൽ മാറുകയാണ്, എന്റെ ലെവൽ മാറുകയാണ്. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് നീ എന്നെ നോക്കിയാൽ ഈ ലെവലിൽ എന്നെ കാണുകയില്ല. കേട്ടില്ല. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് അടുത്ത വർഷം, അടുത്ത ജൂലൈ 20 തീയതി 2025 ജൂലൈ 20 തീയതി നീ ഈ ക്ലാസ്സിൽ ഈ ലെവലിൽ എന്നെ നോക്കിയാൽ നിനക്ക് എന്നെ കാണുവാൻ കഴിയത്തില്ല. ബബായ് ബബായ് ലോദേബാൻ ബബായ് ലോദേബാൻ ബബായ്. ശാപം തളച്ചത്, മന്ത്രവാദം തളച്ചത്, ഭൂതം തളച്ചത്, പൊളിറ്റിക്സ് തളച്ചത്, അപവാദം തളച്ചത്, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ലോദേബാനിൽ നിന്ന് ഒരു പുറപ്പാട്. നല്ല രഥം, നല്ല യാത്ര. ഈ ഹൈവേ കാണാൻ പറ്റുമെന്ന് ഇതുവരെ വിചാരിച്ചതേ അല്ല. യെരുശലേം ഞാൻ കണ്ടിട്ടില്ല, കാരണം എൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്ത് യെരുശലേം അല്ലായിരുന്നു തലസ്ഥാനം. പക്ഷേ ഇപ്പോഴിതാ യെരുശലേം ആദ്യമായിട്ട് കാണുക. എന്തൊരു കൊട്ടാരം, എന്തൊരു പടിക്കെട്ട്, എല്ലാം തീർന്നെന്നാണ് വിചാരിച്ചേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാം അവസാനിച്ചെന്നാണ് വിചാരിച്ചേ, എല്ലാം തകർന്നെന്നാണ് വിചാരിച്ചേ. പിശാച് രാത്രിയും പകലും പറഞ്ഞതാ ആത്മഹത്യ. പക്ഷേ വിലാപത്തിൽ നിന്ന് വിടുതലേക്ക്. നിരാശകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ആത്മഹത്യാ ചിന്തകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. ഇതൊന്തൊരു കൊട്ടാരം, ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഒരു കൊട്ടാരം? ഇതാ ദാവീദിന്റെ കൊട്ടാരം. ഇവിടുന്ന് കൽപ്പന വന്നത് നിന്നെ എത്തിക്കണമെന്ന്. അതിന് ഈ പടവിൽ കയറാൻ പറ്റത്തില്ലല്ലോ. വീണ്ടും ആവർത്തിച്ച് പറയുന്ന, നിന്റെ മാർഗല്ല, നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, നിന്റെ ബുദ്ധിയല്ല, നീ എഴുതിയതല്ല, കൃപ തന്ന എത്തിക്കേണ്ടത് അവൻ നിന്നെ എത്തിക്കും, നിർത്തേണ്ടത് അവൻ നിന്നെ നിർത്തും, ഇരുത്തേണ്ട ഇടത്ത് അവൻ നിന്നെ ഇരുത്തും.
എല്ലാ അങ്കിളുമാരും ആന്റിമാരും വിശ്വാസത്താൽ കണ്ടേ, നിന്റെ കുഞ്ഞുങ്ങൾ മുഴുവൻ അവന്റെ കൃപയുടെ കരത്തിലിരിക്കുക. കമാൺ, ഒരിക്കൽ കൂടെ. ഇഷ്ടപ്പെട്ടില്ലല്ലോ? കൃപയുടെ കരത്തിൽ നിന്റെ തലമുറ ഇരിക്കുക. യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? അത് പഴയ നിയമം. കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആദാമ്യ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? കൊട്ടാരത്തിൽ അവനെ എത്തിച്ച് അവൻ വരികയില്ല. മെഫീബോശെത്ത് അവനെ കൊണ്ടുവരികയാണ്. കഴിവില്ല, ഡ്രാമ, ഡാമേജ് പറ്റിയതാ. ചുറ്റും നിന്ന റോങ് പീപ്പിൾ എന്നെ ഡാമേജ് ആക്കിയതാ. ഞാൻ വന്നതല്ല. എനിക്ക് വരാൻ താണിയില്ല, കഴിയില്ല. ഞാൻ വന്നതല്ല, എന്നെ അവൻ കൊണ്ടുവന്നതാ. നീ നിന്റെ ഐബ്രോ കണ്ടപ്പോ, നിന്റെ നെറ്റി കണ്ടപ്പോ, നിന്റെ ആ കവിളിലെ ആ പാട് കണ്ടപ്പോ, നിന്നെ പോലെ ഒരാളിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ മരുഭൂമി കിടന്നപ്പോ, ഞാൻ കിടന്ന് പിടച്ചപ്പോ എൻ്റെ ആശ്വാസപ്രദനായി അയാളുടെ പേര് പറ, ഒരാളിനെ നീ ഓർമ്മിപ്പിക്കുക. ഇന്ന് പകൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിവന പിതാവായ ദൈവം നിന്നെ നോക്കുമ്പോ പിതാവായ ദൈവം പറയും, ക്രൂശിൽ കിടന്ന് പിടഞ്ഞവനെ നീ എന്നെ ഓർമ്മിക്കുക. അതിപ്പാസേ ക്രൂശില്ലാതെ സുശേഷില്ല. എനിക്കൊരു 10,000 നാവുണ്ടെങ്കിലും എൻ്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് തീരത്തില്ല. നീ മെഫീബോശെത്തോ, അടിയൻ ഈ ഒപ്പനെ പോലെ മോനിരിക്കുക. നീ മെഫീബോശെത്തോ, നീ കരഞ്ഞ് തീരേണ്ടവനല്ല. ഉണ്ടായിരുന്നു പണ്ട് പലതും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി നീ വിലപിച്ച് ജീവിക്കേണ്ടവനല്ല. എടാ, പോയതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് മടക്കി തരികയാണ്. ശൗലിന്റെ മുഴുവൻ പ്രോപ്പർട്ടിയും ശൗലിന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ഞാൻ നിനക്ക് മടക്കി തരുന്ന. നീ ലോകമാരിലെ പിച്ചക്കാരനല്ല, നീ രാജകുമാരനോ. ശബ്ദമുള്ളവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താ എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടിയത് 20-ാം തീയതി ജൂലൈ മാസത്തോടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവാചകൻ നിന്റെ മുൻപിൽ നിന്ന് വിളിച്ചു പറയുന്നു, നേരാൽ നിന്റെ കൈ മേടിക്കേണ്ടതിന് താഴെയല്ല, ആയിരങ്ങൾക്ക് കൊടുക്കേണ്ടതിന് നിന്റെ കൈ നേരെയായിരിക്കും. അനേക വിധവമാരുടെ കണ്ണുനീർ നീ തുടയ്ക്കാൻ പോകുകയാണ്. അനേക അനാഥരെ നീ ചേർത്ത് പിടിക്കാൻ പോകുന്നു. പലരെ നീ ആശ്വസിപ്പാൻ വേണ്ടി പോകുന്നു. അനേകർക്ക് നീ ഒരു ആശ്വാസമായി തീരുവാൻ വേണ്ടി പോകുന്നു. മെഫീബോശെത്തേ, നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ മടക്കി തരുന്നു. തീർന്നില്ല. ഇനി പഴയ ഗ്രാമത്തിലേക്ക് പോകണ്ട. മുന്നേ തന്നെ സീമേജ് സ്തോത്രം. പഴയ ഗ്രാമത്തിലേക്ക് നീ മടങ്ങി പോകണ്ട. നീ ഒരു കാര്യം ചെയ്, നീ എൻ്റെ കൊട്ടാരത്തിൽ പാർക്കേണ. നീ എൻ്റെ കൊട്ടാരത്തിൽ പാർക്കേണ. സി മേജർ. മുന്നേ ഞാൻ നല്ലൊരു കീബോർഡിസ്റ്റ് ആയിരുന്നടാ. റിയലി സി മേജർ. യെസ്, താങ്ക് യു. ഹല്ലേലൂയ. സോ നോക്കിയേ, നീ എൻ്റെ കൊട്ടാരത്തിൽ പാർക്കേണ. എൻ്റെ മേശയിൽ നിന്ന് നീ കഴിച്ചു കൊള്ളേണ. മക്കളെ, ആരെങ്കിലും ഒരു കസേര കൊണ്ടുവന്നേ. ഹല്ലേലൂയ. എൻ്റെ മേശമേൽ നിന്ന് നീ കഴിച്ചു കൊള്ളേണ. നീ ലോകമാനിലേക്ക് മടങ്ങിപ്പോകേണ്ട. നിന്റെ സീസൺ മാറിയിരിക്കുന്നു.
നിന്റെ വിലാപത്തെ രാജാവ് ഇത് നൃത്തമാക്കി തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, നിന്റെ സീസൺ മാറ്റി. ദാവീദ് പറയുന്നു, നീ എന്റെ മേശമേൽ നിന്ന് നീ കഴിച്ചോളണം. ഇന്ന് രാത്രി ഈ ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ ഒന്നുകിൽ ദൈവം നിന്നെ ഇരുത്തും, ഇല്ലെങ്കിൽ നിന്റെ തലമുറയെ ദൈവം ഇരുത്തുന്നത് നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ കാണും. വായി തുറന്ന് കണ്ണ് തുടക്കാതെ കണ്ണുനീർ വീഴ്ത്താതെ ഒറ്റയെണ്ണം ഇന്ന് രാത്രി വിടുന്നത് പോകല്ലേ. നിനക്ക് കരയണമെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ കരയണം, മനുഷ്യന്റെ മുൻപിൽ കരയല്ലേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന 100 കണക്കിന് പിള്ളേർ പറയും, ഇരുന്നതല്ലങ്ങളെ, പഠിച്ചതല്ലങ്ങളെ, വന്നതല്ലങ്ങളെ, അവൻ എന്നെ നസ്രയത്തിലെ ടെക്കി. ചരിത്രം പറയുന്നു, കല്ല് കിട്ടിയാൽ അവൻ ബെസ്റ്റ് പണി, മരം കിട്ടിയാൽ ബെസ്റ്റ് പണി. അവൻ ആശാരിക എന്ന് പറഞ്ഞ മരത്തിൽ മാത്രം ഒതുങ്ങല്ല, അവന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അവൻ അതിനെ ബെസ്റ്റ് ആക്കും. കമോൺ, ഇന്ന് രാത്രി അവന്റെ കയ്യിലൊന്ന് കൊടുത്തേ. അപ്പോ എന്നോണ്ട് പണിയണമേ. ഇരുന്നതല്ലേ, കയറി ഇരിക്കുകയാണ്. എന്റെ മേശമേൽ നിന്ന് നീ ഭക്ഷിച്ചു കൊള്ളേണം. എന്റെ രാജകുമാരന്മാരുടെ മധ്യത്തിൽ നീ ഭക്ഷിച്ചു കൊള്ളേണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഫ്രണ്ട് സർക്കിൾ മാറാൻ പോവാ. നിന്റെ ചുറ്റും നിൽക്കുന്നവർ, നിന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവരുടെ നടുവിൽ, നിന്നെക്കാൾ മാർക്കുള്ളവരുടെ നടുവിൽ, നിന്നെക്കാൾ ഉന്നതന്മാരുടെ നടുവിൽ ദൈവം തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം നിന്നെ ഇരുത്താൻ പോവാ. നോക്കെ ആ സീറ്റിൽ അവൻ ഇരിക്കുമ്പോ എന്റെ കുമാരന്മാരുടെ നടുവിൽ ദാവീദിന്റെ ഊണുമേശ, 2 കാലിനും ബലമില്ലാത്ത അവനെ പൊക്കി കയറ്റി, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവകൃപയാൽ കയറ്റി ഇരുത്തി. അവൻ വലതുവശത്തേക്ക് നോക്കിയപ്പോ ഒരു രാജകുമാരൻ വരിക. തലമുടി നീളമുള്ള, ഭയങ്കര സൗന്ദര്യമുള്ള, അപ്പനേക്കാൾ വലിയ സ്വാധീനമുള്ള. അവന്റെ പേരെന്താ? പറ. തലമുടി നീളമുള്ള ഒരു ചെറുക്കൻ, അവന്റെ പേരെന്താ? അബ്ശാലോം. സമൂഹത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്താൻ പോകുകയാണ്. സ്വാധീനമുള്ളവരുടെ നടുവിൽ ഇൻഫ്ലുവൻസ് നാഷണലി ഇന്റർനാഷണലി ഗോസ്പൽ സെന്റർ ഏറ്റെടുക്കണം. in the name of Jesus. സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്താൻ പോകുക. ഇരിക്കുമ്പോ വേറെ രാജകുമാരൻ വരുന്നു. അവനാണെങ്കിൽ എപ്പോഴും പാട്ടാ. ചിലപ്പോൾ സദൃശവാക്യായിരിക്കും, ചിലപ്പോൾ സഭാപ്രസംഗിയായിരിക്കും, ചിലപ്പോൾ സദൃശവാക്യായിരിക്കും, അല്ലെങ്കിൽ സ്തോത്രം അതെ ദൈവ സ്നേഹത്തിൽ സദൃശവാക്യായിരിക്കും. അവന്റെ പേരെന്താ? ജ്ഞാനികളുടെ നടുവിൽ, സ്വാധീനമുള്ളവരുടെ നടുവിലും, ജ്ഞാനികളുടെ നടുവിലും ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. നിന്റെ ലെവൽ മാറുവാൻ പോകുന്നു. നിനക്ക് വേണ്ടി അല്ല കുട്ടിയെ, കിങ്ഡം ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി സമയമോ എഴുന്നേറ്റെന്ന് ആരാധിച്ചേ. ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി കർത്താവ് അത് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന എന്റെ ശരണെ ആ കോറസ് ഒന്ന് പാടുമക്കളെ. താങ്ക് യു ജീസസ്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും,
ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപമുഖത്തിൻ തോൽവിയേറ്റ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപമുഖത്തിൻ തോൽവിയേറ്റ നീതി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീതി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, നീതി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീതി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ. ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ, ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ, അസ്ഥി സൈന്യമായി വിളങ്ങിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി വിളങ്ങിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അസ്ഥി സൈന്യമായി വിളങ്ങിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. 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 പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. കരങ്ങൾ കഴിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. Yes, celebrate. ആഘോഷിച്ചതല്ലേ? എല്ലാ കണ്ണുകളും അടയട്ടെ. കരഞ്ഞു തീർക്കുന്നതല്ല ജീവിതം, പൊളഞ്ഞു കിടക്കുന്നതല്ല ജീവിതം. കർത്താവ് നിന്നെ പണിയ 2 മിനിറ്റ് എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ സഹോദരന്മാർ തമ്മിൽ സഹോദരന്മാർ തമ്മിൽ ഇടതുവശത്ത് നിൽക്കുന്നവർ ഇടതുവശത്ത് നിൽക്കുന്നവരുടെ തോളിൽ സ്പർശിച്ചാല്, വലതുവശത്ത് നിൽക്കുന്നവർ വലത്തെ സ്തോത്രം കൈകൊണ്ട് അവരുടെ തോളിലും സ്പർശിച്ചാട്. യേശുവിന്റെ നാമത്തിൽ ആരും കുനിഞ്ഞു നിൽക്കരുത്, ആരും ഉദാസീനമായി നിൽക്കരുത്. വിലാപത്തിൽ നിന്ന് നിനക്കൊരു വിടുതൽ. ഇന്ന് രാത്രി ആ യാത്ര ആരംഭിക്കുക. ഇന്ന് രാത്രി ലോദേബാനിൽ നിന്ന് യെരൂശലേമിലേക്ക് ഹൈവേ തുറന്നിരിക്കുക. നിന്റെ ലോദേബാനിൽ നിന്ന് നിന്റെ യെരൂശലേമിലേക്ക് റെഡി. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക, ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞേ. Pray in the Holy Spirit. ശക്തിയോടെ. Yes. വിലാപത്തിൽ നിന്ന് വിടുതലിലേക്ക്. വായ് തുറന്ന് നിർത്തല്ല. കണ്ടിന്യൂ. ഈ പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ദൂതന്മാരെ ഇറക്കുന്നു. ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തെ